എല്ലാവർക്കും ഫോക്കസ് സ്റ്റാർ പി സിയിലേക്ക് സ്വാഗതം. ഇന്നലെ നമ്മൾ ചെയ്ത വീഡിയോയിൽ സ്കാനർ വരെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ സ്കാനർ തൊട്ടാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത്. പ്ലസ് വണ്ണിൻ്റെ ടെക്സ്റ്റാണ്. അപ്പോൾ ഇതിൽ നല്ല കണ്ടൻസ് ആണുള്ളത്. അതുപോലെ തന്നെ നമുക്ക് ആവശ്യമുള്ള കണ്ടൻസ് ആണ്. അതുപോലെ തന്നെ എക്സ്ട്രാ പോയിൻറ്സും ഉണ്ട്. ഇതിൽ നിന്ന് നമുക്കൊരു സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അറ്റൻഡ് ചെയ്യാൻ പറ്റും. അത്രയും നല്ല പോയിൻറ്സ് ആണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഔട്ട്പുട്ട് ഡിവൈസസ്, പിന്നെ അതുപോലെ തന്നെ നെറ്റ്വർക്ക്, സോഫ്റ്റ്വെയർ തുടങ്ങിയ എല്ലാ കാര്യങ്ങളുമാണ് വരുന്നത്. ഇന്നും കുറച്ച് ലോങ് ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും. അപ്പോൾ ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറൊരു കാര്യം, വേറെ പുറത്തുനിന്നൊരു ഗൈഡോ അതുപോലെ തന്നെ പുറത്തുനിന്നൊരു വീഡിയോ ഒന്നും തന്നെ നോക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണുക. 1 മണിക്കൂറാണ് സമയം വരുന്നത്. ഓക്കെ, ഈ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എത്ര സമയം ആവും എന്നുള്ളത് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ക്ലാസ്സിലേക്ക് കിടക്കാം. സ്കാനർ എന്ന് പറഞ്ഞാൽ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് സ്കാനർ നമുക്ക് സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്തൊക്കെയാണ് സ്കാൻ ചെയ്യുക? ടെക്സ്റ്റ്, പിക്ചേഴ്സ്, ഇതിനെയൊക്കെ ഡിജിറ്റൽ ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാനാണ് സ്കാനർ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൽ ഈ ഒരു ഇമേജസിൻ്റെ ക്വാളിറ്റി ഡിപ്പെൻഡ് ചെയ്യുന്നത് ആ ഒരു സ്കാനറിൻ്റെ റെസൊല്യൂഷൻ അനുസരിച്ചിട്ടാണ്. അപ്പോൾ ഈ റെസൊല്യൂഷൻ എന്ത് ഇതിലാണ് മെഷർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോട്ട്സ് പെർ ഇഞ്ചാണ്, DPIയിലാണ്. അപ്പോൾ ഇത് DPI ഹയർ ആണെങ്കിൽ ആ ഒരു റെസൊല്യൂഷൻ ബെറ്റർ ആയിരിക്കും. ഓക്കെ, ഡിഫറെൻറ്റ് വേരിയൻറ്റ്സ് ഓഫ് സ്കാനേഴ്സ് അവൈലബിൾ ആണ്. ഫ്ലാറ്റ് ബെഡ്, ഷീറ്റ് ഫീഡ്, ഹാൻഡ് ഹെൽഡ് സ്കാനർ. ഷീറ്റ് ഫീൽഡ് സ്കാനർ എന്ന് പറയുമ്പോൾ ഒരു സിംഗിൾ ഷീറ്റ് സ്കാൻ ചെയ്യാൻ പറ്റും. ഫ്ലാറ്റ് ബെഡ് സ്കാനർ എന്താ ചെയ്യാൻ പറ്റുക വെച്ചാൽ ഒരു ബുക്ക് സ്കാൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത് പോർട്ടബിൾ അല്ല. ഫ്ലാറ്റ് ബെഡ്. ഹാൻഡ് ഹെൽഡ് സ്കാനർ പോർട്ടബിൾ ആണ്. അപ്പോൾ ഇതിൽ സ്കാനിങ് ആക്ഷൻ ഈസ് നോട്ട് സ്മൂത്ത് ആസ് ദ സ്കാനർ ഈസ് മൂവ്ഡ് മാനുവലി. അതായത് ഇവിടെ സ്കാനിങ് എന്ന പ്രോസസ്സ് സ്മൂത്ത് അല്ല. Optical character recognition software is used to recognize the printed characters, printed text in an image, scanned and converted into proper text format, which can be edited by a text editor. Advanced OCR system can read printed text in a large variety of fonts but has difficulty with handwritten text. Accurate OCR SDK, Hindi OCR software, Akshara, Malayalam OCR, etc. are examples of OCR software. Okay, OCR ഒപ്റ്റിക്കൽ ക്യാരക്ടർ റെക്കഗ്നിഷനെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. ഇവിടെ എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പം ഒരു ടെക്സ്റ്റിന് സ്കാൻ ചെയ്തിട്ട് അതിനെ കറക്റ്റ് ആ ഒരു ടെക്സ്റ്റ് ഫോർമാറ്റിൽ തന്നെ അല്ലെങ്കിൽ ടെക്സ്റ്റ് ആയിട്ട് തന്നെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് OCR ടെക്നോളജി ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൽ ഹാൻഡ് റിട്ടൺ ആയിട്ടുള്ള ആ ഒരു ഫോൺസ് കുറച്ച് ഡിഫിക്കൽട്ടായിരിക്കും. പക്ഷേ പ്രിൻറ്റഡ് ക്യാരക്ടേഴ്സിനെ കറക്റ്റായിട്ട് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും. ഈ OCR സോഫ്റ്റ്വെയറിന് എക്സാമ്പിളാണ് ആക്യുറേറ്റ് OCR SDK, ഹിന്ദി OCR സോഫ്റ്റ്വെയർ, അക്ഷര മലയാളം OCR. ഇതൊക്കെയാണ് എക്സാമ്പിൾസ്. ഇനി ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ. OMR ടെക്നോളജി സ്കാൻസ് പ്രിൻറ്റഡ് ഫോം ആൻഡ് റീഡ്സ് പ്രീ ഡിഫൈൻഡ് പൊസിഷൻസ് ആൻഡ് റെക്കോർഡ്സ് ദ മാർക്ക് ഓൺ ദ ഫോം. അതായത് ഒരു ഫോം പോലെയാണ്. അതായത് നമുക്കറിയാം OMR ഷീറ്റ് ഒരു ഫോം പോലെയല്ലേ. അപ്പോൾ അതിൽ മൾട്ടിപ്പിൾ ചോയ്സ് 4 ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ അതിലൊന്ന് മാർക്ക് ചെയ്യാനാണ്. അപ്പോൾ അതിൽ മാർക്ക് ഇടാൻ വേണ്ടിയിട്ടാണ് OMR ഉപയോഗിക്കുന്നത്. ദിസ് ടെക്നോളജി ഈസ് യൂസ്ഫുൾ ഫോർ ആപ്ലിക്കേഷൻസ് ഇൻ വിച്ച് ലാർജ് നമ്പർ ഓഫ് ഹാൻഡ് ഫിൽഡ് ഫോംസ് നീഡ് ടു ബി പ്രോസസ്ഡ് ക്വിക്ലി വിത്ത് എ ഗ്രേറ്റ് ആക്യുറസി സച്ച് ആസ് ഒബ്ജക്റ്റീവ് ടൈപ്പ് ടെസ്റ്റ് ആൻഡ് ക്വസ്റ്റ്യനർ. ഓക്കെ, OMR sheets are normally used to evaluate multiple choice questions in competitive exams. Candidates are required to darken the correct bubble option using a pen or pencil. അതായത് ആ ഒരു കറക്റ്റ് ബബിൾ ഓപ്ഷൻ പെൻസിൽ കൊണ്ടോ പെന്നു കൊണ്ടോ മാർക്ക് ചെയ്യണം. OMR readers can recognize these marks and the appropriate software uses this input for evaluation. അതായത് ഇതിന് ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഇതുണ്ടാവും, സോഫ്റ്റ്വെയർ ഉണ്ടാവും. അതിന് ഈ ഒരു ഇൻപുട്ട് എടുത്തിട്ട് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. ഫോർ ആക്യുറസി ഓഫ് റിസൾട്ട്സ്, ഗുഡ് ക്വാളിറ്റി പേപ്പർ ആൻഡ് ആക്യുറേറ്റ് അലൈൻമെൻറ്റ് ഓഫ് പ്രിൻറ്റിംഗ് ഈസ് എസെൻഷ്യൽ. അപ്പോൾ ഇതിന് ആക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ട് വേണമെങ്കിൽ ഗുഡ് ക്വാളിറ്റി പേപ്പർ വേണം. പിന്നെ അതുപോലെ തന്നെ ആ ഒരു ആക്യുറേറ്റ് അലൈൻമെൻറ്റ് ഓഫ് പ്രിൻറ്റിങ്, ആക്യുറേറ്റ് അലൈൻമെൻറ്റ് ആയിരിക്കണം പ്രിൻറ്റിങ്ങിൻ്റെ. അതാണ് OMRൻ്റെ പ്രത്യേകത. ഇനി അല്ലെങ്കിൽ ബാർകോഡ്, ക്വിക്ക് റെസ്പോൺസ്
കോഡ് റീഡർ. QR കോഡ് റീഡർ അല്ലെങ്കിൽ ബാർകോഡ് റീഡർ. എ ബാർകോഡ് ഈസ് എ സെറ്റ് ഓഫ് vertical lines of different thickness and spacing that represents a number. അതായത് ബാർകോഡ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ, അതായത് ഡിഫറെൻറ്റ് തിക്നെസ്സിലും അതുപോലെ തന്നെ ഡിഫറെൻറ്റ് സ്പേസിങ്ങിലും ഒരു നമ്പറിനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കോഡാണ് ബാർകോഡ്. ബാർകോഡ് റീഡേഴ്സ് ആർ ഡിവൈസസ് that are used to input data from such സെറ്റ് ഓഫ് ബാർകോഡ്സ്. അതായത് ഈ ബാർകോഡിൽ നിന്ന് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഡാറ്റ ഇൻപുട്ടായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ബാർകോഡ് റീഡർ. ഹാൻഡ് ഹെൽഡ് സ്കാനേഴ്സ് ആർ കോമൺലി സീൻ ഇൻ ഷോപ്സ് ടു സ്കാൻ കോഡ്സ് ആൻഡ് പ്രൈസ് ഇൻഫർമേഷൻ ഫോർ ഈച്ച് ഐറ്റംസ് സോ ദാറ്റ് ബില്ലിംഗ് വിൽ ബി ഈസിയർ. അതായത് സാധാരണ നമുക്ക് ഈ ഷോപ്പിംഗ് കോംപ്ലക്സുകളിലാണ് ഈ ഒരു ബാർകോഡ് റീഡർ സാധാരണയായിട്ട് കാണാൻ പറ്റുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ബില്ലിംഗ് പ്രോസസ്സ് എളുപ്പമാക്കാൻ വേണ്ടിയിട്ട്, അതിൻ്റെ റേറ്റ് മറ്റു കാര്യങ്ങളൊക്കെ ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബാർകോഡ് ഹാൻഡ് ഹെൽഡ് ആയിട്ടുള്ള സ്കാനേഴ്സ് ഉപയോഗിക്കുന്നത്. മൊബൈൽ ഫോൺസ് വിത്ത് ക്യാമറ ആൻഡ് സ്പെഷ്യൽ സോഫ്റ്റ്വെയർ ക്യാൻ ഓൾസോ ബി യൂസ്ഡ് ആസ് എ ബാർകോഡ് റീഡർ. അതായത് ഫോണിൽ നമുക്ക് ബാർകോഡ് റീഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, QR കോഡ് റീഡ് ചെയ്യാൻ പറ്റും. QR കോഡ് ഈസ് സിമിലർ ടു ബാർകോഡ്സ്. ബാർകോഡ് പോലെ സിമിലർ ആണ്. ബാർകോഡ്സ് ആർ സിംഗിൾ ഡയമെൻഷൻ. അതായത് ബാർകോഡ് സിംഗിൾ ഡയമെൻഷനാണ്, പക്ഷേ QR കോഡ് 2 ഡയമെൻഷനിലാണ്. ഓക്കെ, ദ 2 ഡയമെൻഷണൽ വേ ഓഫ് സ്റ്റോറിംഗ് ഡാറ്റ അലോസ് QR കോഡ് ടു സ്റ്റോർ മോർ ഡാറ്റ ദാൻ സ്റ്റാൻഡേർഡ് ബാർകോഡ്. ബാർകോഡിനേക്കാളും കൂടുതൽ ഡാറ്റ ഈ QR കോഡിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും. ദിസ് കോഡ് ക്യാൻ സ്റ്റോർ വെബ്സൈറ്റ് URLs, പ്ലെയിൻ ടെക്സ്റ്റ്, ഫോൺ നമ്പേഴ്സ്, ഇമെയിൽ അഡ്രസ്സസ് ആൻഡ് എനി അതർ ആൽഫാന്യൂമറിക് ഡാറ്റ. അപ്പോൾ ഈ QR കോഡിൽ നമുക്ക് എന്തൊക്കെയാണ് സ്റ്റോർ ചെയ്യാൻ പറ്റുന്നത്? വെബ്സൈറ്റ് URL, പ്ലെയിൻ ടെക്സ്റ്റ്, ഫോൺ നമ്പേഴ്സ്, ഇമെയിൽ അഡ്രസ്സ്, എന്ത് തരം ആൽഫാന്യൂമറിക് ഡാറ്റയും സ്റ്റോർ ചെയ്യാൻ പറ്റും. The QR code can be read using a barcode reader or a mobile phone with a camera and a special software installed. അതായത് QR കോഡ് നമുക്ക് റീഡ് ചെയ്യാൻ പറ്റുന്ന ബാർകോഡ് റീഡറും ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഫോണിൽ ക്യാമറ വെച്ചിട്ട് ഒരു സ്പെഷ്യൽ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ. ഇനി അടുത്തത് ബയോമെട്രിക് സെൻസർ. A biometric sensor is a device that identifies unique human features with high accuracy. അതായത് ഓരോ മനുഷ്യനും യുണീക്ക് ആയിട്ടുള്ള ഒരു ഫിസിക്കൽ ഫീച്ചേഴ്സ് ഉണ്ടാവും. അത് ആക്യുറേറ്റ് ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ബയോമെട്രിക് സെൻസർ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് ആൻ എസെൻഷ്യൽ കമ്പോണൻറ്റ് ഓഫ് എ biometric system which uses physical features like a fingerprints, retina, iris pattern, etc. to identify, verify and authenticate the identity of the user. അതായത് ആ ഒരു യൂസറിൻ്റെ ഐഡൻറ്റിറ്റി ഒതൻറ്റിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ഫീച്ചേഴ്സാണ് നോക്കുക? ഫിസിക്കൽ ഫീച്ചേഴ്സ്, അതായത് ഫിംഗർ പ്രിൻറ്റ്സ്, റെറ്റിന, ഐറിസ് പാറ്റേൺ, ഇതൊക്കെയാണ് ബയോമെട്രിക് സെൻസർ നോക്കുന്നത്. ദ 3 മേജർ ടൈപ്സ് ഓഫ് ബയോമെട്രിക് സെൻസർ ആർ സെമികണ്ടക്ടർ സെൻസർ, ഒപ്റ്റിക്കൽ സെൻസർ, അൾട്രാസൗണ്ട് സെൻസർ. അതായത് 3 മേജർ ടൈപ്സ് ഓഫ് ബയോമെട്രിക് സെൻസേഴ്സ് ആണ്: സെമി കണ്ടക്ടർ സെൻസർ, ഒപ്റ്റിക്കൽ സെൻസർ, അൾട്രാസൗണ്ട് സെൻസർ. ഓക്കെ, ഇനി സ്മാർട്ട് കാർഡ് റീഡർ. എ സ്മാർട്ട് കാർഡ് ഈസ് എ പ്ലാസ്റ്റിക് കാർഡ് ദാറ്റ് സ്റ്റോർസ് ആൻഡ് ട്രാൻസാക്ട്സ് ഡാറ്റ. അതായത് സ്മാർട്ട് കാർഡ് എന്ന് പറഞ്ഞാൽ ഒരു പ്ലാസ്റ്റിക് കാർഡാണ്. അതിൽ ഡാറ്റ സ്റ്റോർ ചെയ്യാനും ട്രാൻസാക്ട് ചെയ്യാനും പറ്റുന്നതാണ്. ദ ഡാറ്റ കാർഡ് മേ കണ്ടെയ്ൻ എ മെമ്മറി ഓർ എ മൈക്രോ പ്രോസസർ. അതായത് ഈ ഡാറ്റ കാർഡിൽ ഒരു മെമ്മറിയോ അല്ലെങ്കിൽ മൈക്രോ പ്രോസസറോ ഉണ്ടാവും. മെമ്മറി കാർഡ്സ് ആർ സിംപ്ലി സ്റ്റോർ memory cards simply store data, while a microprocessor card on the other hand can add, delete and manipulate information in its memory. അതായത് ഇതിൽ മെമ്മറി കാർഡ് സിമ്പിളായിട്ട് നമുക്ക് ഡാറ്റ സ്റ്റോർ ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. മൈക്രോ പ്രോസസർ കാർഡിൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും, ഡിലീറ്റ് ചെയ്യാൻ പറ്റും, ഇൻഫർമേഷൻ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതിൻ്റെ മെമ്മറിയുള്ള ഇൻഫർമേഷൻ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും. സ്മാർട്ട് കാർഡ് ഈസ് യൂസ്ഡ് ഇൻ മോസ്റ്റ് ബാങ്കിങ്, ഹെൽത്ത് കെയർ, ടെലിഫോൺ കോളിംഗ്, ഇലക്ട്രോണിക് ക്യാഷ് പേയ്മെൻറ്റ് ആൻഡ് അതർ ആപ്ലിക്കേഷൻസ്. അപ്പോൾ ഈ സ്മാർട്ട് കാർഡ് എന്തിനൊക്കെയാണ് ഉപയോഗിക്കാൻ പറ്റുക? ബാങ്കിങ്, ഹെൽത്ത് കെയർ, ടെലിഫോൺ കോളിംഗ്, ഇലക്ട്രോണിക് ക്യാഷ് പേയ്മെൻറ്റ്, ഇതിനൊക്കെയാണ് പറ്റുന്നത്. സ്മാർട്ട് കാർഡ് റീഡേഴ്സ് ആർ യൂസ്ഡ് ടു ആക്സസ് ഡാറ്റ ഇൻ എ സ്മാർട്ട് കാർഡ്. അതായത് ഈ സ്മാർട്ട് കാർഡ് റീഡേഴ്സ് എന്തിനാണ് ഉപയോഗിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ആ സ്മാർട്ട് കാർഡിലുള്ള ഡാറ്റ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇറ്റ് ക്യാൻ ബി കോണ്ടാക്റ്റ് ടൈപ്പ് ഓർ കോണ്ടാക്ട്ലെസ്. കോണ്ടാക്റ്റ് ടൈപ്പ് ഉണ്ടാവും, കോണ്ടാക്ട്ലെസ് ഉണ്ടാവും. ഓക്കെ, കോണ്ടാക്റ്റ് ടൈപ്പ് ഓഫ് റീഡർ റിക്വയർസ് ഫിസിക്കൽ കോണ്ടാക്റ്റ് വിത്ത് കാർഡ്സ്. അതായത് ഈ കോണ്ടാക്റ്റ് ടൈപ്പ് ഓഫ് റീഡർ
ഫിസിക്കൽ കോണ്ടാക്റ്റ്, ആ ഒരു കാർഡുമായിട്ടുള്ള ഫിസിക്കൽ കോണ്ടാക്റ്റ് വേണ്ടി വരും. വിച്ച് ഈസ് മെയ്ഡ് ബൈ ഇൻസേർട്ടിങ് ദ കാർഡ് ഇൻ ടു ദ റീഡർ. അപ്പോൾ ഇങ്ങനെയുള്ള കോണ്ടാക്റ്റ് ടൈപ്പ് ഓഫ് റീഡറിൽ അതിൽ ആ ഒരു കാർഡ് ഇൻസേർട്ട് ചെയ്യേണ്ടി വരും. A contactless type of reader works with a radio frequency that communicates when the card comes close to the reader. അത് കോണ്ടാക്ട്ലെസ് ടൈപ്പ് ഓഫ് റീഡറിൽ അവിടെ റേഡിയോ ഫ്രീക്വൻസി വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, അവിടെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് അല്ലെങ്കിൽ വെരിഫൈ ചെയ്യുന്നത്. മെനി കോണ്ടാക്ട്ലെസ് റീഡേഴ്സ് ആർ ഡിസൈൻഡ് സ്പെസിഫിക്കലി ഫോർ ടോൾ ഗേറ്റ് പേയ്മെൻറ്റ്സ് ഇൻ ട്രാൻസ്പോർട്ടേഷൻ ആപ്ലിക്കേഷൻ ആൻഡ് പേഴ്സണൽ ഐഡൻറ്റിറ്റി ആപ്ലിക്കേഷൻസ്. അപ്പോൾ ഈ ടോൾ ഗേറ്റ് പേയ്മെൻറ്റിൽ കോണ്ടാക്ട്ലെസ് റീഡേഴ്സാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഐഡൻറ്റിറ്റി ആപ്ലിക്കേഷൻസ്, പേഴ്സണൽ ഐഡൻറ്റിറ്റി ആപ്ലിക്കേഷൻസിലും അങ്ങനെയാണ് വരുന്നത്. ഇനി ഡിജിറ്റൽ ക്യാമറ എന്താണെന്ന് നോക്കാം. ഡിജിറ്റൽ ക്യാമറ ക്യാൻ ടേക്ക് പിക്ചേഴ്സ് ആൻഡ് വീഡിയോസ് ആൻഡ് കൺവേർട്ട് ദം ഇൻ ടു ഡിജിറ്റൽ ഫോർമാറ്റ്. അപ്പോൾ ഡിജിറ്റൽ ക്യാമറ എന്ന് പറഞ്ഞാൽ പിക്ചേഴ്സ് എടുക്കാനും വീഡിയോസ് എടുക്കാനും അതിനെ ഡിജിറ്റൽ ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യാനുമാണ് ഉപയോഗിക്കുന്നത്. പിക്ചേഴ്സ് ഓർ വീഡിയോസ് ടേക്കൺ യൂസിങ് എ ഡിജിറ്റൽ ക്യാമറ ആർ സ്റ്റോർഡ് ഇൻസൈഡ് ഇറ്റ്സ് മെമ്മറി ആൻഡ് ക്യാൻ ബി ട്രാൻസ്ഫേർഡ് ടു എ കമ്പ്യൂട്ടർ ബൈ കണക്റ്റിംഗ് ദ ക്യാമറ ടു ഇറ്റ്. അതായത് ഈ ഒരു പിക്ചേഴ്സും വീഡിയോസും എടുത്തിട്ട് ഡിജിറ്റലായിട്ട് ക്യാമറയിൽ സ്റ്റോർ ചെയ്യും, അതിനെ മെമ്മറിയിൽ സ്റ്റോർ ചെയ്യും. അതിനുശേഷം നമുക്ക് കമ്പ്യൂട്ടറിലേക്ക് ആ ഒരു ക്യാമറ കണക്ട് ചെയ്തിട്ട് അതിനെ ട്രാൻസ്ഫർ ചെയ്യാം. ദ ക്വാളിറ്റി ഓഫ് ദ ലെൻസ്, ദ ഡെൻസിറ്റി ഓഫ് ചാർജ് കപ്പിൾ ഡിവൈസ്, റെസൊല്യൂഷൻ മെഷേർഡ് ഇൻ മെഗാ പിക്സൽ, ഒപ്റ്റിക്കൽ സൂം ആൻഡ് ദ സോഫ്റ്റ്വെയർ യൂസ്ഡ് ഇൻ ക്യാമറ ഡിറ്റർമൈൻസ് ദ ക്വാളിറ്റി ഓഫ് പിക്ചർ. ഓക്കെ, അപ്പോൾ ഈ ഡിജിറ്റൽ ക്യാമറയിൽ എടുക്കുന്ന പിക്ചറിൻ്റെ ക്വാളിറ്റി തീരുമാനിക്കുന്ന എന്തൊക്കെയാണ്? ദ ക്വാളിറ്റി ഓഫ് ദ ലെൻസ്, ദ ഡെൻസിറ്റി ഓഫ് ചാർജ് കപ്പിൾ ഡിവൈസ്, റെസൊല്യൂഷൻ മെഷേർഡ് ഇൻ മെഗാ പിക്സൽ, ഒപ്റ്റിക്കൽ സൂം ആൻഡ് ദ സോഫ്റ്റ്വെയർ യൂസ്ഡ് ഇൻ ക്യാമറ ഡിറ്റർമൈൻസ് ദ ക്വാളിറ്റി ഓഫ് ദ പിക്ചർ. Each picture is made up of thousands of tiny picture elements, and the camera stores the data about the color of each dot. The quality of picture is determined by the number of pixels in each picture. Digital camera have resolution ranging from 2 megapixel to 24 megapixels and optical zoom ranging from 3x to 60x. Okay. Web camera is a compact and less expensive version of digital camera. അതായത് ഡിജിറ്റൽ ക്യാമറേൻ്റെ ഒരു കോമ്പാക്റ്റ് ആയിട്ടുള്ളതും ലെസ് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ഡിജിറ്റൽ വേർഷനാണ് ഡിജിറ്റൽ ക്യാമറ എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ കമ്പ്യൂട്ടേഴ്സ് ഫോർ വീഡിയോ കോളിംഗ്. കമ്പ്യൂട്ടറിൽ വീഡിയോ കോളിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്, വീഡിയോ ചാറ്റിംഗ് തുടങ്ങിയവയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. ഇറ്റ് ഡസ് നോട്ട് ഹാവ് ഇൻറ്റേർണൽ മെമ്മറി. ഇതിന് ഇൻറ്റേർണൽ മെമ്മറി ഉണ്ടാവില്ല. ആപ്ലിക്കേഷൻസ് ലൈക്ക് സ്കൈപ്പ്, യാഹൂ മെസ്സഞ്ചർ എക്സെട്ര യൂസ് വെബ് ക്യാം ടു ക്യാപ്ചർ ഇമേജസ്. നൗ ലാപ്ടോപ്സ് ആർ ഓൾസോ കം വിത്ത് ആൻ ഇൻബിൽറ്റ് വെബ് ക്യാമറ. ലാപ്ടോപ്പിൽ ഇൻബിൽറ്റ് ആയിട്ടുള്ള ഒരു വെബ് ക്യാമറ ഉണ്ടാവും. ഇനി ഔട്ട്പുട്ട് ഡിവൈസസ് നോക്കാം. അതായത് ഈ കമ്പ്യൂട്ടറിൽ നിന്നുള്ള ഇൻഫർമേഷൻ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പ്രിൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഔട്ട്പുട്ട് ഡിവൈസസ് ഉപയോഗിക്കുന്നത്. ഔട്ട്പുട്ട്സ് ജനറേറ്റഡ് ബൈ ദ ഔട്ട്പുട്ട് ഡിവൈസസ് മേ ബി ഹാർഡ് കോപ്പി ഔട്ട്പുട്ട് ഓർ സോഫ്റ്റ് കോപ്പി ഔട്ട്പുട്ട്. അതായത് ഈ ഒരു ഔട്ട്പുട്ട് ഡിവൈസസിൽ വരുന്ന ജനറേറ്റ് ചെയ്യുന്ന ഔട്ട്പുട്ട്സ് ഒന്നില്ലെങ്കിൽ ഹാർഡ് കോപ്പി ആയിരിക്കും അല്ലെങ്കിൽ സോഫ്റ്റ് കോപ്പി ആയിരിക്കും. ഹാർഡ് കോപ്പി outputs are permanent outputs which can be used at a later date or for when required. അതായത് ഹാർഡ് കോപ്പി ഔട്ട്പുട്ട്സ് ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ അത് നമുക്ക് പിന്നീട് ഉപയോഗിക്കാൻ പറ്റും. ദേ പ്രൊഡ്യൂസ് എ പെർമനൻറ്റ് റെക്കോർഡ് ഓൺ പേപ്പറിൽ പെർമനൻറ്റ് റെക്കോർഡായിട്ട് വരും. ദ കോമൺ ഔട്ട്പുട്ട് ഡിവൈസ് ദാറ്റ് പ്രൊഡ്യൂസ് ഹാർഡ് കോപ്പി ഔട്ട്പുട്ട്സ് എന്ന് പറയുന്നത് പ്രിൻറ്റേഴ്സും പ്ലോട്ടേഴ്സും ആണ്. സോഫ്റ്റ് കോപ്പി ഔട്ട്പുട്ട്സ് ആർ ഇലക്ട്രോണിക് ആൻഡ് ആർ അവൈലബിൾ ഓൺ ദ സ്ക്രീൻ ഇൻ എ ഡിജിറ്റൽ ഫോം. അതായത് സോഫ്റ്റ് കോപ്പി ഔട്ട്പുട്ട്സ് ആണെങ്കിൽ അത് ഇലക്ട്രോണിക് ആയിരിക്കും, അതുപോലെ തന്നെ സ്ക്രീനിലായിരിക്കും, ഡിജിറ്റൽ ഫോമിൽ നമുക്ക് അവൈലബിൾ ആയിരിക്കും. ദേ ഡു നോട്ട് പ്രൊഡ്യൂസ് പെർമനൻറ്റ് റെക്കോർഡ്. അതായത് സോഫ്റ്റ് കോപ്പി ഡിവൈസസ് ഒരു പെർമനൻറ്റ് റെക്കോർഡ് ഉണ്ടാക്കുന്നില്ല. ഈ കോമൺ സോഫ്റ്റ് കോപ്പി ഔട്ട്പുട്ട് ഡിവൈസ് എന്ന് പറയുന്നത് വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ് ആണ്. വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ് നോക്കാം. VDU എന്നാണ് അതിൻ്റെ ഷോർട്ട് ഫോം. ഈസ് ആൻ ഔട്ട്പുട്ട് ഡിവൈസ് ദാറ്റ് വിഷ്വലി കൺവേസ് ടെക്സ്റ്റ്, ഗ്രാഫിക്സ് ആൻഡ് വീഡിയോ ഇൻഫർമേഷൻ. ഇതിൽ ടെക്സ്റ്റ്, ഗ്രാഫിക്സ്, വീഡിയോ ഇൻഫർമേഷനൊക്കെ കാണാൻ പറ്റും. ഇൻഫർമേഷൻ ഷോൺ ഓൺ എ ഡിസ്പ്ലേ ഡിവൈസ് ഈസ് കോൾഡ് സോഫ്റ്റ് കോപ്പി ബിക്കോസ് ദ ഇൻഫർമേഷൻ എക്സിസ്റ്റ് ഇലക്ട്രോണിക്കലി ആൻഡ് ഈസ് ഡിസ്പ്ലേഡ് ഫോർ എ ടെമ്പററി പീരീഡ് ഓഫ് ടൈം. അതായത് ഇത്
സോഫ്റ്റ് കോപ്പിയാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇതിൽ ഇലക്ട്രോണിക്കലി ആണ് ഇൻഫർമേഷൻ കാണിക്കുന്നത്. അതുപോലെ തന്നെ ഒരു പീരീഡ് ഓഫ് ടൈമിലേക്ക് ടെമ്പററി ആയിട്ടാണ് കാണിക്കുന്നത്. ഡിസ്പ്ലേ ഡിവൈസ് ഇൻക്ലൂഡ് കാഥോഡ് റേ ട്യൂബ് മോണിറ്റേഴ്സ്, ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ മോണിറ്റേഴ്സ്, ദ തിൻ ഫിലിം transistor monitors, LED, light emitting diode monitors, gas plasma monitors. Some of the characteristics of വീഡിയോൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്? സൈസ്, റെസൊല്യൂഷൻ, പിക്സൽ പിച്ച്, റെസ്പോൺസ് ടൈം എന്നിവയാണ്. വീഡിയോസ് ആർ അവൈലബിൾ ഇൻ ഡിഫറെൻറ്റ് സൈസസ്. ദ സൈസ് ഓഫ് മോണിറ്റർ ഈസ് മെഷീൻഡ് ഡയഗണലി അക്രോസ് ദ സ്ക്രീൻ. അതായത് സ്ക്രീനിൽ ഡയഗണലി ആണ് ഒരു മോണിറ്ററിൻ്റെ സൈസ് അളക്കുന്നത്, ഇഞ്ചസിലാണ് അളക്കുന്നത്. The resolution of the monitor is the maximum number of pixels it can display horizontally and vertically. അതായത് ഒരു മോണിറ്ററിൻ്റെ റെസൊല്യൂഷൻ എന്ന് പറയുന്നത് മാക്സിമം നമ്പർ ഓഫ് പിക്സൽസ് ആണ്. അത് ഹൊറിസോണ്ടലിയും വെർട്ടിക്കലിയും റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റുന്നത്. അതായത് 800x600 ഓർ 1024x768 ഓർ 1600x1200. ഓക്കെ. The pixel spacing on the screen is called dot pitch. അതായത് പിക്സൽ സ്പേസിംഗ് ആണ് ഡോട്ട് പിച്ച് എന്ന് പറയുന്നത്. എ സ്ക്രീൻ വിത്ത് സ്മോളർ ഡോട്ട് പിച്ച് പ്രൊഡ്യൂസസ് ഷാർപ്പർ ഇമേജസ്. അതായത് സ്ക്രീന് ഒരു സ്മോളർ ഡോട്ട് പിച്ച് ആണെങ്കിൽ ഷാർപ്പർ ഇമേജസ് പ്രൊഡ്യൂസ് ചെയ്യും. ഇനി റെസ്പോൺസ് ടൈം റെഫേഴ്സ് ടു ദ ടൈം ടേക്കൺ ഫോർ എ പിക്സൽ ടു ടേൺ ഫ്രം എ സ്റ്റേറ്റ് ഓഫ് ബ്രൈറ്റ്നസ് ടു എ സ്റ്റേറ്റ് ഓഫ് ഡാർക്ക്നെസ് ആൻഡ് ദെൻ ബാക്ക് അഗെയിൻ. അതായത് റെസ്പോൺസ് ടൈം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു പിക്സല് ഒരു ബ്രൈറ്റ് സ്റ്റേറ്റിൽ നിന്ന് ഡാർക്ക്നെസ്സിലേക്ക് പോകാനും ബാക്കായിട്ട് തിരിച്ചു വരാനും എടുക്കുന്ന സമയമാണ് റെസ്പോൺസ് ടൈം എന്ന് പറയുന്നത്. മോണിറ്റേഴ്സ് വിത്ത് ലെസ്സർ റെസ്പോൺസ് ടൈം പ്രൊവൈഡ് ബെറ്റർ മൂവി വ്യൂയിങ് എക്സ്പീരിയൻസ്. അതായത് ഈ മോണിറ്റേഴ്സ് ലെസ് റെസ്പോൺസ് ടൈമാണ് പ്രൊവൈഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് ബെറ്റർ വ്യൂയിങ് എക്സ്പീരിയൻസ് ആയിരിക്കും അവിടെ ഉണ്ടാവുക. ഇനി കാഥോഡ് റേ ട്യൂബ് മോണിറ്റേഴ്സ് റിസംബിൾസ് ടെലിവിഷൻ സെറ്റ് ഓഫ് ദ പാസ്റ്റ്. അതായത് പണ്ട് കാലത്തെ ടെലിവിഷൻ സെറ്റിനെ റിസംബിൾ ചെയ്യുന്നതാണ് CRT മോണിറ്റേഴ്സ് എന്ന് പറയുന്നത്. 2 ടൈപ്പ് CRT മോണിറ്റേഴ്സ് അവൈലബിൾ ആണ്, മോണോക്രോമും കളറും. Monochrome monitors display characters and images in a single color on a dark background. Dark background single കളറിലാണ് കാണിക്കുന്നത്. Another variation of monochrome monitor capable of displaying different shades of gray is called a grayscale monitor. അപ്പോൾ ഇതിൻ്റെ മോണോക്രോമിൻ്റെ അനദർ വേരിയേഷൻ ആണ് grayscale monitor എന്ന് പറയുന്നത്. കളർ മോണിറ്റർ യൂസസ് 3 different basic colors such as red, blue, green to display 16 to 1 million different colors. അതായത് 1 million different കളേഴ്സിൽ അവിടെ ഡിസ്പ്ലേ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് വരുന്നത്, ഈ കളർ മോണിറ്റർ ഉപയോഗിക്കുന്നത്. ദീസ് മോണിറ്റേഴ്സ് ആർ പ്രിഫേർഡ് ബൈ സം ഗ്രാഫിക് ആർട്ടിസ്റ്റ് for their accurate coloring, rendering, and by some gamers for faster response or to rapidly changing graphics. Any flat panel monitor. Flat panel display are thinner, lighter in weight, consumes less power, and emit less heat compared to CRT monitors. CRT monitorsനെ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ലെസ് പവർ കൺസംഷൻ ആണ്, ഹീറ്റ് കുറവാണ്, പിന്നെ അതുപോലെ തന്നെ ലൈറ്റർ വെയിറ്റ് ആണ്, തിന്നറാണ്. Flat panel monitors are commonly used in computers, especially in laptops. Different types of flat panel monitors are LCD monitors, LED monitors, plasma monitors, and OLED monitors. Liquid crystal display monitors. LCD displays consists of liquid crystal sandwiched between 2 plastic plates. അതായത് 2 പ്ലാസ്റ്റിക് പ്ലേറ്റിൻ്റെ ഇടയിൽ ലിക്വിഡ്സ് സാൻഡ്വിച്ച് ചെയ്തിട്ടുള്ളതാണ് ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ എന്ന് പറയുന്നത്. These crystals rearranging to form an image when an electric current is passed through them. The light source at the back of this plate makes picture visible. The light source can be fluorescent lamp or LED. Okay. Now light emitting diode monitors. LED monitors use LED directly behind the liquid crystal display in order to light up the screen. This technology is very effective and gives each area of the screen is its own light, which can be on or off. LED screens can produce massive contrast ratios, making the difference between the lights and the blacks appear almost perfect. This technology is expensive. The advantage of using LED is
better color quality, clarity, wider viewing angle, faster refresh rates and power savings. അപ്പോൾ ഈ LED എന്ന് പറയുന്നത് കുറച്ച് എക്സ്പെൻസീവ് ആണ്, പക്ഷേ ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ബെറ്റർ കളർ ക്വാളിറ്റി, ക്ലാരിറ്റി, വൈഡർ വ്യൂയിങ് ആംഗിൾ, ഫാസ്റ്റർ റിഫ്രഷ് റേറ്റ്സ്, പവർ സേവിംഗ് ആണ്. Plasma monitors. Plasma monitor, a flat panel display, consists of sandwich xenon gas between two sealed glass plates with parallel electrodes deposited on their surface. When a voltage pulse is passed between two electrodes, the gas lights up as different colors, creating images on a monitor. Plasma monitors provide high resolution but are expensive. പ്ലാസ്മ മോണിറ്ററിൽ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിയോൺ അല്ലെങ്കിൽ സെനോണിൻ്റെ ഗ്യാസ് രണ്ട് ഗ്ലാസ് പ്ലേറ്റിൻ്റെ ഇടയിൽ ഉണ്ടാവും. അതായത് ഈ രണ്ട് ഗ്ലാസ് പ്ലേറ്റിൻ്റെ ഇടയിൽ സെനോൺ അല്ലെങ്കിൽ നിയോൺ ഗ്യാസ് ഉണ്ടാവും. അപ്പോൾ ഇത് ഒരു ഇലക്ട്രോഡ്സ് ഓരോ സർഫസിലുണ്ടാവും. അപ്പോൾ ഈ വോൾട്ടേജ് വരുമ്പോൾ ആ ഗ്യാസ് ലൈറ്റായിട്ട് ഡിഫറെൻറ്റ് കളേഴ്സ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് അവിടെ ഇമേജസ് ക്രിയേറ്റ് ചെയ്യും. അങ്ങനെയാണ് ഇവിടെ ഹൈ റെസൊല്യൂഷൻ ആണ് ഇവിടെ ഉണ്ടാവുക, പക്ഷേ ഇത് എക്സ്പെൻസീവ് ആണ്. ഓർഗാനിക് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ്, OLED മോണിറ്റേഴ്സ്. The panel of OLED is made up of millions of tiny LEDs. The O in the OLED stands for organic, which means there is carbon in the light emitting layer of the panel. അതായത് ഇവിടെ കാർബൺ ഉണ്ട്. OLED screens are thinner and lighter than LCDs and LEDs. അതായത് ഇത് കുറച്ചുകൂടി തിന്നറാണ്. They can produce better quality images and have better viewing angle. OLEDs consume less power but are expensive. ഇവിടെ ലെസ് പവർ ആണ് കൺസ്യൂം ചെയ്യുന്നത്, പക്ഷേ എക്സ്പെൻസീവ് ആണ്. LCD projector. An LCD projector is a type of video projector for displaying video, images or computer data on a large screen or other flat surface. It is a modern equivalent of a slide projector or overhead projector. അതായത് LCD projector എന്ന് പറഞ്ഞാൽ ഒരു ടൈപ്പ് ഓഫ് വീഡിയോ പ്രൊജക്ടറാണ്. അതായത് വീഡിയോസ്, ഇമേജസ്, കമ്പ്യൂട്ടർ ഡാറ്റ ഒരു ലാർജ് സ്ക്രീനിൽ ഫ്ലാറ്റ് സർഫസിൽ കാണിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇത് സ്ലൈഡ് പ്രൊജക്ടറിൻ്റെ അല്ലെങ്കിൽ ഓവർഹെഡ് പ്രൊജക്ടറിൻ്റെ ഒരു മോഡേൺ ഇക്വാലൻ്റ് ആണ്. അപ്പോൾ ഒരു ബീം ഓഫ് ഹൈ ഇൻറ്റൻസിറ്റി ലൈറ്റ് ട്രാവൽ തൗസൻഡ്സ് ഓഫ് പിക്സൽസ് LCD ഡിസ്പ്ലേയിൽ പോയിട്ടാണ് ഇവിടെ എന്താവുന്നത്, ഡിസ്പ്ലേ ചെയ്യുന്നത്. ദ ബീം ഓഫ് ലൈറ്റ് ദെൻ പാസസ് ത്രൂ ലെൻസ് വിത്ത് പ്രൊജക്ട്സ് ആൻഡ് ഫോക്കസസ് ദ ഇമേജ് ഓൺ ദ സർഫസ്. പ്രിൻ്റർ നോക്കാം. പ്രിൻറ്റേഴ്സ് ആർ യൂസ്ഡ് ടു പ്രൊഡ്യൂസ് ഹാർഡ് കോപ്പി ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രിൻ്റർ ഉപയോഗിക്കുന്നത്. ബേസ്ഡ് ഓൺ ദ ടെക്നോളജി യൂസ്ഡ് ദ ക്യാൻ ബി ക്ലാസിഫൈഡ് ആസ് ഇമ്പാക്റ്റ് ആൻഡ് നോൺ ഇമ്പാക്റ്റ് പ്രിൻറ്റേഴ്സ്. ഇമ്പാക്റ്റ് പ്രിൻറ്റേഴ്സ് എന്നും നോൺ ഇമ്പാക്റ്റ് പ്രിൻറ്റേഴ്സ് എന്നും രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ഇമ്പാക്റ്റ് പ്രിൻറ്റേഴ്സ് യൂസ് ചെയ്യുന്നത് ടൈപ്പ് റൈറ്റിംഗ് ഓർ പ്രിൻറ്റിംഗ് മെക്കാനിസം ആണ്. അപ്പോൾ ഇതിൽ ഹാമർ സ്ട്രൈക്ക് ചെയ്തിട്ടാണ് അവിടെ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഡോട്ട്മാറ്റിക് പ്രിൻറ്റേഴ്സ് ഫാൾ അണ്ടർ ദിസ് കാറ്റഗറി. അപ്പോൾ ഇതിൽ ഇമ്പാക്റ്റ് പ്രിൻ്ററിൻ്റെ ഒരു കാറ്റഗറിയാണ് ഡോട്ട്മാറ്റിക്സ് പ്രിൻ്റർ. നോൺ ഇമ്പാക്റ്റ് പ്രിൻ്റർ ഡു നോട്ട് ടച്ച് ദ പേപ്പർ വൈൽ പ്രിൻറ്റിങ് ചെയ്യുമ്പോൾ അവിടെ പേപ്പറിന് ടച്ച് ചെയ്യാത്തതാണ് നോൺ ഇമ്പാക്റ്റ് പ്രിൻറ്റേഴ്സ്. They use different technologies to print characters on paper. ഇൻജെറ്റ്, ലേസർ, തെർമൽ ഇതൊക്കെയാണ് ഈ ഒരു നോൺ ഇമ്പാക്റ്റ് പ്രിൻറ്റേഴ്സ് എന്ന് പറയുന്നത്. 2 factors that determine quality of printer are its resolution and speed. സ്പീഡും റെസൊല്യൂഷനും ആണ് പ്രിൻ്ററിൻ്റെ ക്വാളിറ്റി അളക്കുന്നത്. റെസൊല്യൂഷൻ ഈസ് മെഷേർഡ് ഇൻ ടേംസ് ഓഫ് DPI. Speed is measured in the term of number of characters printed in a unit of time and is represented as character per second. CPS, lines per minute, LPM or pages per minute. Okay, PPM. Okay. ഇനി ഡോട്ട് മാട്രിക്സ് പ്രിൻ്റർ, DMP. Dot matrix printers use small electronically activated pins in the print head and an ink ribbon to produce image by impact. Impact ചെയ്തിട്ട് ഇമേജസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ഡോട്ട് മാട്രിക്സ് പ്രിൻ്റർ. ദ മോസ്റ്റ് കോമൺലി യൂസ്ഡ് പ്രിൻ്റർ ഹെഡ്സ് കൺസിസ്റ്റിംഗ് ഓഫ് 9 pins. 9 പിന്നാണ് സാധാരണ ഉണ്ടാവുക. സർട്ടൻ പ്രിൻ്റേഴ്സ് യൂസ് 24 പിൻസ് ഫോർ ബെറ്റർ പ്രിൻറ്റ് ക്വാളിറ്റി. ബെറ്റർ പ്രിൻറ്റ് ക്വാളിറ്റിക്ക് വേണ്ടിയിട്ട് 24 പിൻസും ഉപയോഗിക്കാറുണ്ട്. ദീസ് പ്രിൻറ്റേഴ്സ് ആർ സ്ലോ ആൻഡ് നോയ്സി. സ്ലോ ആണ്, നോയ്സി ആണ്, ആൻഡ് ആർ നോട്ട് കോമൺലി യൂസ്ഡ് ഫോർ പേഴ്സണൽ യൂസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാറില്ല.
The dot matrix printers are widely used at cash counters in shops due to their low pricing, the printing cost, and for the reason that we get carbon copies from them. അതായത് ഇതിൽ നമുക്ക് കാർബൺ കോപ്പീസ് കിട്ടും. അതുകൊണ്ട് തന്നെ ഇവിടെ എന്തിനാണ് ക്യാഷ് കൗണ്ടേഴ്സിൽ പ്രിൻറ്റിങ്ങിന് വേണ്ടിയിട്ട്, ക്യാഷ് കൗണ്ടേഴ്സിൽ പ്രിൻറ്റിങ്ങിന് വേണ്ടിയിട്ട് ഷോപ്പിൽ ഉപയോഗിക്കുന്നതാണ് ഡോട്ട് മാട്രിക്സ് പ്രിൻ്റർ എന്ന് പറയുന്നത്. ഇനി ഇങ്ക്ജെറ്റ് പ്രിൻ്റർ എന്താണെന്ന് നോക്കാം. Inkjet printers form the image on the page by spraying tiny droplets of ink from print head. അതായത് പ്രിൻ്റ് ഹെഡിൽ നിന്നും എന്താണ് ടൈനി ഡ്രോപ്ലെറ്റ്സ് സ്പ്രേ ചെയ്തിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ഇങ്ക്ജെറ്റ് പ്രിൻറ്റേഴ്സ്. ദ പ്രിൻ്റർ നീഡ് സെവറൽ കളേഴ്സ് ഓഫ് ഇങ്ക്. അതായത് ഈ പ്രിൻ്ററിന് കുറച്ചധികം കളർ ഇങ്ക് വേണം. സിയാൻ, യെല്ലോ, മജന്ത ആൻഡ് ബ്ലാക്ക് ടു മേക്ക് കളർ ഇമേജസ്. സം ഫോട്ടോ ക്വാളിറ്റി inkjet printers have more colors of ink. Inkjet printers are inexpensive, but the cost of the ink cartridges make it a costly affair in the long run. അതായത് ഇങ്ക്ജെറ്റ് പ്രിൻറ്റേഴ്സിന് അവിടെ എക്സ്പെൻസ് ഇല്ല, പക്ഷേ ഇതിൽ ഇങ്ക് കാട്രിഡ്ജസ് അതിനാണ് വില കൂടുതൽ. ഓക്കെ. ലേസർ പ്രിൻ്റർ. എ ലേസർ പ്രിൻ്റർ പ്രൊഡ്യൂസസ് ഗുഡ് ക്വാളിറ്റി ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ലേസർ പ്രിൻ്റർ എന്ന് പറയുന്നത്. ദ ഇമേജ് ടു ബി പ്രിൻറ്റഡ് ഈസ് ട്രാൻസ്ഫേർഡ് ടു എ ഡ്രം യൂസിങ് ലേസർ ബീം. ഒരു ഡ്രമ്മിലേക്ക് ലേസർ ബീം വെച്ചിട്ട് ഏത് ഇമേജാണോ പ്രിൻ്റ് ചെയ്യേണ്ടത് അത് അവിടെ എത്തിക്കും. ദ ടോണർ പൗഡർ ഫ്രം ദ ടോണർ കാട്രിഡ്ജ് ഈസ് ദെൻ സ്പ്രേഡ് ഓൺ ദ ഡ്രം. അതായത് ആ ഒരു ഡ്രമ്മിലേക്ക് എന്ത് പിക്ചറാണ് വേണ്ടതെന്ന് വെച്ചാൽ അത് ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം അവിടെ ഒരു ടോണർ പൗഡർ അവിടെ സ്പ്രേ ചെയ്യും. ദ ടോണർ പൗഡർ സ്റ്റിക്സ് ഓൺ ടു ദ പോർഷൻ ട്രേസ്ഡ് ഓൺ ദ ഡ്രം ബൈ ദ ലേസർ ബീം. അപ്പോൾ ഈ ലേസർ ബീം വെച്ചിട്ട് ആ ഡ്രമ്മിൽ ട്രേസ് ചെയ്ത് അവിടെ എന്ത് ചെയ്യും, ഈ ടോണർ പൗഡർ അവിടെ പോയി പറ്റി പിടിക്കും. ഇറ്റ് ഈസ് ട്രാൻസ്ഫേർഡ് ടു എ പേപ്പർ ബൈ റോളിങ് ദ പേപ്പർ ഓവർ ദ ഡ്രം. ആ ഡ്രമ്മിലൂടെ റോൾ ചെയ്യുമ്പോൾ ആ ഒരു ഇങ്ക് എന്ത് ചെയ്യും, പേപ്പറിൽ പതിയും. ത്രൂ ഹീറ്റിംഗ് ദ പൗഡർ ഈസ് ഫ്യൂസ്ഡ് ഓൺ ടു ദ പേപ്പർ. അപ്പോൾ ഇവിടെ ഹീറ്റ് ചെയ്തിട്ട് ആ ഒരു ഡ്രമ്മ് ചെറുതായിരുന്നു ഹീറ്റ് ചെയ്തിട്ട് ആ പൗഡർ എന്ത് ചെയ്യും, ഫ്യൂസ് ചെയ്തിട്ട് പേപ്പറിലേക്ക് കൊടുക്കും. അങ്ങനെയാണ് ലേസർ പ്രിൻ്ററിൽ പ്രിൻറ്റിങ് നടക്കുന്നത്. മോണോക്രോം ആൻഡ് കളർ ലേസർ പ്രിൻറ്റേഴ്സ് ആർ available. Color laser printers use multiple color toner cartridges to produce color output and are expensive. Laser printers are faster and their speed is rated in pages per minute. അപ്പോൾ ഇതിൽ pages per minute ആണ് സ്പീഡ് അളക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഇനി തെർമൽ പ്രിൻ്റർ. Thermal printing produces a printed image by selectively heating heat-sensitive thermal paper. When it passes over a thermal printhead, the coating turns black in the areas where it is heated, producing an image. അതായത് തെർമൽ പ്രിൻ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ടിക്കറ്റ് കിട്ടുന്നില്ലേ, അതാണ് ഒരു തെർമൽ പ്രിൻ്ററിന് എക്സാമ്പിളായിട്ട് പറയാൻ പറ്റുന്നത്. അതായത് ഈ ഒരു പേപ്പർ ഹീറ്റ് സെൻസിറ്റീവ് ആണ്. അപ്പോൾ ഇത് അവിടെ എന്ത് ചെയ്യും, സെലക്റ്റീവായിട്ട് ആ ഒരു ഏരിയ, അതായത് ഇമേജ് വരേണ്ട ഏരിയ അവിടെ എന്ത് ചെയ്യും, ഹീറ്റ് ചെയ്യും. അങ്ങനെ ഈ ഒരു ആ പേപ്പർ ആ വഴി കടന്നു പോകുമ്പോൾ ആ ഹീറ്റായിട്ടുള്ള ഏരിയ മാത്രം അവിടെ എന്താവും, ബ്ലാക്ക് ആവും. അങ്ങനെയാണ് പ്രിൻ്റ് വരുന്നത്. Thermal printers print quite and faster than dot matrix printer. They are also smaller, lighter and consumable less power, making them ideal as portable printers. Portable printers ആണ് thermal printer. Thermal printers are popular as printers at point of sale terminals. Okay. ഇനി ഇതിൻ്റെ മൊത്തത്തിൽ ഓരോ പ്രിൻറ്റേഴ്സിൻ്റെയും ഫീച്ചേഴ്സും പിന്നെ ഫീച്ചേഴ്സാണ് നോക്കുന്നത്. ലേസർ പ്രിൻ്റർ, ഇങ്ക്ജെറ്റ് പ്രിൻ്റർ, തെർമൽ പ്രിൻ്റർ, ഡോട്ട് മാട്രിക്സ് പ്രിൻ്റർ. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ കമ്പാരിസണാണ് ഈ ഒരു ടേബിളിൽ കൊടുത്തിരിക്കുന്നത്. നോക്കാം നമുക്ക്. ലേസർ പ്രിൻ്ററിൻ്റെ ആദ്യം നോക്കാം. പ്രിൻറ്റിംഗ് മെറ്റീരിയൽ യൂസ്ഡ് ഇങ്ക് പൗഡറാണ്. ഹൗ ഇറ്റ് പ്രിൻറ്റ്സ്. ഇറ്റ് ഫ്യൂസസ് ദ പൗഡർ ഓൺ ദ പേപ്പർ ത്രൂ ഹീറ്റിംഗ്. പ്രിൻറ്റിംഗ് സ്പീഡ് 20 pages per minute. Quality. Printing good quality is good, best for black and white. Advantages: quiet, prints faster, high print quality. Disadvantages: more susceptible to paper jams. Toner is expensive. Device itself is expensive. Okay. അടുത്തത് ഇങ്ക്ജെറ്റ് പ്രിൻറ്റേഴ്സ് ആണ്. ലിക്വിഡ് ഇങ്ക് ആണ് ഇവിടെ പ്രിൻറ്റിംഗ് മെറ്റീരിയൽ. പ്രിൻറ്റ് ചെയ്യുന്നത് ഇറ്റ് സ്പ്രേസ് ലിക്വിഡ് ഇങ്ക് ഓൺ പേപ്പർ
through microscopic nozzles. Printing speed 6 pages per minute. Inkjet printer. Quality printing quality is good especially for smaller fonts. ഇങ്ക്ജെറ്റ് പ്രിൻറ്റേഴ്സിൻ്റെ പ്രത്യേകതയാണ് പറഞ്ഞത്. പ്രിൻറ്റിംഗ് ക്വാളിറ്റി ഗുഡാണ്, എസ്പെഷ്യലി ഫോർ സ്മോളർ ഫോൺസ്. അഡ്വാൻറ്റേജസ് ക്വൈറ്റ് ഹൈ print quality, no warm up time, device cost is less. Disadvantage, ink is expensive, ink is not waterproof, and nozzle is prone to clogging. Okay. അടുത്തത് തെർമൽ പ്രിൻ്റർ ആണ്. പ്രിൻറ്റിംഗ് മെറ്റീരിയൽ യൂസ്ഡ് ഹീറ്റ് സെൻസിറ്റീവ് പേപ്പറാണ് ഇവിടെ പ്രിൻറ്റിംഗ് മെറ്റീരിയൽ. ഹൗ ഇറ്റ് പ്രിൻറ്റ്സ്, തെർമൽ പേപ്പർ ഈസ് പാസ്ഡ് ഓവർ ദ തെർമൽ പ്രിൻ്റ് ഹെഡ്. അപ്പോൾ ഇതിൻ്റെ പ്രിൻറ്റിംഗ് സ്പീഡ് 150 mm/s. ക്വാളിറ്റി പുവർ ക്വാളിറ്റി ഓഫ് പ്രിൻറ്റിംഗ്. ഇമേജസ് ഗുഡ് ക്വാളിറ്റി ടെക്സ്റ്റ് പ്രിൻറ്റിംഗ്. ഇമേജസ് പ്രിൻറ്റ് ചെയ്യാൻ ക്വാളിറ്റി കുറവാണ്, പിന്നെ ടെക്സ്റ്റ് പ്രിൻറ്റ് ചെയ്യാൻ ഗുഡ് ക്വാളിറ്റി ആണ്. അഡ്വാൻറ്റേജസ് ക്വൈറ്റ് ഫാസ്റ്റ്, സ്മോളർ ആൻഡ് ലൈറ്റർ ആൻഡ് കൺസ്യൂമബിൾ, ലെസ് പവർ, പോർട്ടബിൾ ആണ്. ഡിസഡ്വാൻറ്റേജ് റിക്വയർ സ്പെഷ്യൽ തെർമൽ ക്വാളിറ്റി പേപ്പർ, പുവർ പ്രിൻറ്റിംഗ് ക്വാളിറ്റി ആണ്, ഒരു സ്പെഷ്യൽ തെർമൽ ക്വാളിറ്റി പേപ്പർ വേണം. ഓക്കെ. ഇനി ഡോട്ട് മാട്രിക്സ് പ്രിൻ്റർ. പ്രിൻറ്റിംഗ് മെറ്റീരിയൽ യൂസ്ഡ് ഇങ്ക് സോക്ക്ഡ് റിബൺ ആണ്. പിൻസ് ആർ പുഷ്ഡ് അഗെയിൻസ്റ്റ് ദ റിബൺ ഓൺ പേപ്പർ. പ്രിൻറ്റിംഗ് സ്പീഡ് 30 to 550 characters per second ആണ്. ക്വാളിറ്റി പുവർ പ്രിൻറ്റിംഗ് ക്വാളിറ്റി ഫോർ ഇമേജസ് ഇൻ ടേംസ് ഓഫ് ടെക്സ്റ്റ് പ്രിൻറ്റിംഗ് ഈസ് ഗുഡ്. അഡ്വാൻറ്റേജസ് ചീപ്പർ ടു പ്രിൻറ്റ്. നമ്മളിപ്പോൾ ഏതാ നോക്കുന്നത്, ഡോട്ട് മാട്രിക്സ് പ്രിൻ്റർ ആണ്. ഓക്കെ. ചീപ്പർ ടു പ്രിൻറ്റ് ആസ് റിബൺ ഈസ് ചീപ്പ്, കാർബൺ കോപ്പി ഈസ് പോസിബിൾ. ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് ഇനീഷ്യൽ പർച്ചേസ് ഈസ് എക്സ്പെൻസീവ്, മെയിൻ്റനൻസ് ഈസ് എക്സ്പെൻസീവ്, പ്രിൻറ്റിംഗ് ഈസ് നോട്ട് ഫാസ്റ്റ്, മേക്സ് നോയ്സ്. അടുത്ത ഡിവൈസാണ് പ്ലോട്ടർ. ഇതൊരു ഔട്ട്പുട്ട് ഡിവൈസാണ്. ഹാർഡ് കോപ്പീസ് ഓഫ് ഗ്രാഫ്, ഡിസൈൻസ് ഓൺ ദ പേപ്പർ. അതായത് പേപ്പറിലേക്ക് ഡിസൈൻസും ഗ്രാഫ്സും ഒക്കെ ഹാർഡ് കോപ്പി ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡിവൈസാണ് പ്ലോട്ടർ എന്ന് പറയുന്നത്. ഓക്കെ. Plotter typically used to print large format graphs or maps such as construction maps, engineering drawings and big posters. It is used in design of cars, ships, aircraft, buildings, highways, etc. Plotters are two types, drum plotters and flatbed plotters. Drum plotters ഇതിനെ അറിയപ്പെടുന്നത് റോളർ പ്ലോട്ടർ എന്നും അറിയപ്പെടാറുണ്ട്. അപ്പോൾ ഇതിന് ഒരു ഡ്രമ്മും ഒരു റോളറും ഉണ്ടാവും. ഓക്കെ. ഓൺ വിച്ച് പേപ്പർ ഈസ് പ്ലേസ്ഡ് ഓൺ ദ ഡ്രം, റൊട്ടേറ്റ്സ് ബാക്ക് ആൻഡ് ഫോർത്ത് ടു പ്രൊഡ്യൂസ് ഗ്രാഫ് ഓൺ ദ പേപ്പർ. അതായത് ഈ ഡ്രമ്മിൽ എന്ത് ചെയ്യും, ആ റോളറിൽ പേപ്പർ പ്ലേസ് ചെയ്തിട്ട് മുന്നോട്ടേക്കും ബാക്കോട്ടേക്കും എടുക്കും. അങ്ങനെയാണ് അവിടെ പ്രിൻ്റ് വരുന്നത്. ഇറ്റ് ഓൾസോ കൺസിസ്റ്റസ് ഓഫ് ഡ്രോയിങ് ആം that holds a set of colored ink pens or pencils. അതായത് ഈ കളേർഡ് ആയിട്ടുള്ള ഇങ്ക് പെൻസ് അല്ലെങ്കിൽ പെൻസിൽസ് വെക്കുന്ന ഒരു ഡ്രോയിങ് ആം ഉണ്ടാവും. ദ ഡ്രോയിങ് ആം മൂവ്സ് സൈഡ് ടു സൈഡ് ആസ് പേപ്പർ ഈസ് റോൾഡ് ബാക്ക് ആൻഡ് ഫോർത്ത് ത്രൂ ദ റോളർ. ഇൻ ദിസ് വേ പെർഫെക്റ്റ് ഗ്രാഫ് മാപ്പ് ഓർ ഈസ് ക്രിയേറ്റഡ് ഓൺ ദ പേപ്പർ. പ്ലോട്ടർ എ പ്ലോട്ടർ എന്താണെന്നുള്ളത് നോക്കാം. ഇതിനറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ടേബിൾ പ്ലോട്ടർ. ഇറ്റ് പ്ലോട്ട്സ് ഓൺ ദ പേപ്പർ ദാറ്റ് ഈസ് സ്പ്രെഡ് ആൻഡ് ഫിക്സ്ഡ് ഓവർ എ റെക്ടാങ്കുലർ ഫ്ലാറ്റ് ബെഡ് ടേബിൾ. ഒരു റെക്ടാങ്കുലർ ഫ്ലാറ്റ് ബെഡ് ടേബിളിൽ ഫിക്സ് ചെയ്തിട്ടുള്ളതാണ് ഫ്ലാറ്റ് ബെഡ് പ്ലോട്ടർ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഈ ഫ്ലാറ്റ് ബെഡ് പ്ലോട്ടറിൽ 2 ഡ്രോയിങ് ആംസ് ആണ് വരുന്നത്. ഈച്ച് ഓഫ് വിച്ച് ഹോൾഡ്സ് എ സെറ്റ് ഓഫ് കളേർഡ് ഇങ്ക്സ് ആൻഡ് ink pens or pencils. The drawing arm move over the stationary paper and draw the graphic on the paper. Flatbed plotter is very slow in drawing or printing graphics. അപ്പോൾ ഇത് flatbed plotter ഭയങ്കര സ്ലോ ആണ്. The large and complicated drawing can take several hours to print. അതായത് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ലാർജ് ആയിട്ടുള്ള ഡ്രോയിങ്സ് സെവറൽ ഹവേഴ്സ് എടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ പ്രിൻ്റ് ചെയ്യുന്നത്. ഇനി 3-dimensional printer, 3D printer. A 3D printer is a new generation output device to print 3D objects. 3D objects print ചെയ്യാൻ വേണ്ടിയിട്ടാണ് 3D printer ഉപയോഗിക്കുന്നത്. It can produce different kinds of objects in different materials using same printer. അതായത് ഡിഫറെൻറ്റ് മെറ്റീരിയൽസ് വെച്ചിട്ട് പ്രിൻറ്റ് ചെയ്യാൻ പറ്റുന്നത്. A 3D printer can print anything from ceramic cups to
plastic toys, metal machine parts, stone vases, fancy chocolate cakes. Okay. അപ്പോൾ ഇത് 3D പ്രിൻ്ററിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? പ്ലാസ്റ്റിക് ടോയ്സ് നിർമ്മിക്കാം, മെറ്റൽ മെഷീൻ പാർട്സ് നിർമ്മിക്കാം, സ്റ്റോൺ വേസസ് നിർമ്മിക്കാം, ഫാൻസി ചോക്ലേറ്റ് കേക്ക് നിർമ്മിക്കാം. ഓക്കെ. ദ 3D പ്രിൻറ്റിംഗ് പ്രോസസ് ടേൺസ് ദ ഒബ്ജക്റ്റ് ടു ബി പ്രിൻറ്റഡ് ഇൻ ടു തൗസൻഡ്സ് ഓഫ് ഹൊറിസോണ്ടൽ ടൈനി ലിറ്റിൽ ലെയേഴ്സ്. അതായത് തൗസൻഡ്സ് ഓഫ് ടൈനി ലിറ്റിൽ ലെയേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് അത് ഓരോരോ ലെയറായിട്ട് ടോപ്പ് ടു ബോട്ടം ടു ടോപ്പ് ലെയർ ബൈ ലെയർ ആയിട്ട് അത് പ്രിൻ്റ് ചെയ്തെടുക്കും. ഓക്കെ. അങ്ങനെ ആ ഒരു മൊത്തം എന്ത് ചെയ്യും, മൊത്തം കൂട്ടിച്ചേർക്കുമ്പോൾ ഒരു സോളിഡ് ഒബ്ജക്റ്റ് ആയിട്ട് മാറുന്നുണ്ട്. ഇനി അടുത്തത് ഓഡിയോ ഔട്ട്പുട്ട് ഡിവൈസ് ആണ്. ദ ഓഡിയോ ഔട്ട്പുട്ട് ഈസ് എബിലിറ്റി ഓഫ് ദ കമ്പ്യൂട്ടർ ടു പ്രൊഡ്യൂസ് സൗണ്ട്. സ്പീക്കേഴ്സ് ആർ ദ ഔട്ട്പുട്ട് ഡിവൈസ് ദാറ്റ് പ്രൊഡ്യൂസ് സൗണ്ട്. ഇറ്റ് ഈസ് കണക്റ്റഡ് ടു ദ കമ്പ്യൂട്ടർ ത്രൂ ഓഡിയോ പോർട്സ്. ഓഡിയോ പോർട്സ് വഴിയാണ് ഇത് കണക്ട് ചെയ്തിരിക്കുന്നത്. ദ സ്പീക്കർ പ്രൊഡ്യൂസസ് സൗണ്ട് ബൈ ദ മൂവ്മെൻറ്റ് ഓഫ് ദ ഡയഫ്രം ഇൻ ദ സ്പീക്കർ. സ്പീക്കറിൽ ഡയഫ്രം മൂവ് ചെയ്തിട്ടാണ് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഫോർവേഡ് ആൻഡ് ബാക്ക്വേർഡ് അക്കോർഡിംഗ് ടു ദ ഇലക്ട്രോണിക് സിഗ്നൽസ് കമ്മിങ് ഔട്ട് ഓഫ് ദ ഓഡിയോ പോർട്ട്. ഫോർ ഹൈ ക്വാളിറ്റി സൗണ്ട് റിപ്രൊഡക്ഷൻ കമ്പ്യൂട്ടേഴ്സ് യൂസ് സ്പീക്കേഴ്സ്, അതായത് 3 സ്പീക്കേഴ്സ്, 5 സ്പീക്കേഴ്സ് ആൻഡ് 7 സ്പീക്കർ സിസ്റ്റം. അതായത് ഡിഫറെൻറ്റ് സ്പീക്കേഴ്സ് ഉള്ള സ്പീക്കർ സിസ്റ്റമാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ. അങ്ങനെ നമ്മൾ ഔട്ട്പുട്ട് ഡിവൈസസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് നമ്മൾ സോഫ്റ്റ്വെയർ ആണ് നോക്കാൻ പോകുന്നത്. മൊത്തം ഇതിൻ്റെ സോഫ്റ്റ്വെയറിൻ്റെ ഒരു പോയിന്റ് പോലും വിട്ടുപോകില്ല, അത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നോക്കാം. സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് സെറ്റ് ഓഫ് പ്രോഗ്രാംസ് ഹെൽപ്പ് us ടു യൂസ് കമ്പ്യൂട്ടർ സിസ്റ്റം ആൻഡ് അതർ ഇലക്ട്രോണിക് ഡിവൈസസ് എഫിഷ്യൻ്റ്ലി ആൻഡ് എഫക്റ്റീവ്ലി. അതായത് ഒരു കമ്പ്യൂട്ടർ സിസ്റ്റം അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ഇലക്ട്രോണിക് ഡിവൈസിനെ എഫിഷ്യൻ്റായിട്ടും എഫക്റ്റീവായിട്ടും നമുക്ക് പ്രവർത്തിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സെറ്റ് ഓഫ് പ്രോഗ്രാംസിനെയാണ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഓക്കെ. ഇഫ് ഹാർഡ്വെയർ ഈസ് സെഡ് ടു ബി ദ ഫോം ഓഫ് ദ ബോഡി ഓഫ് എ കമ്പ്യൂട്ടർ സിസ്റ്റം, സോഫ്റ്റ്വെയർ ഇറ്റ്സ് മൈൻഡ്. അതായത് ഹാർഡ്വെയർ എന്ന് പറയുമ്പോൾ അതിൻ്റെ ബോഡിയാണ്, കമ്പ്യൂട്ടർ സിസ്റ്റത്തിൻ്റെ ബോഡിയാണ്. ഇനി സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ ആ ഒരു സിസ്റ്റത്തിൻ്റെ മൈൻഡാണ്. 2 ടൈപ്സ് ഓഫ് സോഫ്റ്റ്വെയർസ് ആണ് വരുന്നത്, സിസ്റ്റം സോഫ്റ്റ്വെയറും ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറും. ഓക്കെ. System software. It is a set of one or more programs designed to control the operation of a computer. അതായത് ആ ഒരു കമ്പ്യൂട്ടറിൻ്റെ ഓപ്പറേഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ഒന്നിലധികം പ്രോഗ്രാംസും ആണ് എന്ത് പറയുന്നത്, സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡെഫിനിഷൻ നോക്കാം. ദേ ആർ ജനറൽ പ്രോഗ്രാംസ് ഡിസൈൻഡ് ടു അസിസ്റ്റ് ഹ്യൂമൻസ് ഇൻ യൂസ് ഓഫ് computer system by performing tasks such as controlling the operations, move data into and out of a computer system, and to do all steps in executing application programs. അതായത് ഇത് ജനറൽ പ്രോഗ്രാംസ് ആണ്. എന്തിനൊക്കെയാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്? ആ ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിന് കൺട്രോൾ ചെയ്യാൻ, ഓപ്പറേഷൻസ് കൺട്രോൾ ചെയ്യാനും, അതായത് കമ്പ്യൂട്ടറിലേക്ക് ഡാറ്റ മൂവ് ചെയ്യാനും കമ്പ്യൂട്ടറിൽ നിന്ന് ഡാറ്റ എടുക്കാൻ വേണ്ടിയിട്ടും ഒക്കെ വേണ്ടിയിട്ടുള്ള ഉപയോഗിക്കുന്ന ബേസിക് ആയിട്ടുള്ള ഓപ്പറേഷൻസ് ആണ് സിസ്റ്റം സോഫ്റ്റ്വെയറിൽ വരുന്നത്. ഇൻ ഷോർട്ട്, സിസ്റ്റം സോഫ്റ്റ്വെയർ സപ്പോർട്ട്സ് ദ റണ്ണിങ് ഓഫ് അതർ സോഫ്റ്റ്വെയർ, ഇറ്റ്സ് കമ്മ്യൂണിക്കേഷൻ വിത്ത് അതർ പെരിഫറൽ ഡിവൈസസ്. അതായത് മറ്റ് പെരിഫറൽ ഡിവൈസസിലേക്കുള്ള കമ്മ്യൂണിക്കേഷനും മറ്റുള്ള ഡിവൈസസിനെ സപ്പോർട്ട് ചെയ്യാനും വേണ്ടിയിട്ടുള്ള സോഫ്റ്റ്വെയറാണ് സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഇറ്റ് ഹെൽപ്സ് ദ യൂസർ ടു യൂസ് കമ്പ്യൂട്ടർ ഇൻ എഫക്റ്റീവ് മാനർ. അതായത് ഈ സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ് ആ ഒരു കമ്പ്യൂട്ടറിനെ എഫക്റ്റീവ് മാനറിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത്. ഇറ്റ് ഇംപ്ലൈസ് ദാറ്റ് സിസ്റ്റം സോഫ്റ്റ്വെയർ ഹെൽപ്സ് ടു മാനേജ് റിസോഴ്സസ് ഓഫ് ദ കമ്പ്യൂട്ടർ. അതായത് കമ്പ്യൂട്ടറിൻ്റെ റിസോഴ്സസിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് എന്താണ് സിസ്റ്റം സോഫ്റ്റ്വെയർ ആണ്. ഓക്കെ. അപ്പോൾ ഇതിൽ യൂസറിന് ഈ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് എന്താണ്? ലാംഗ്വേജ് പ്രോസസ്സർ ഉണ്ട്, യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ ഉണ്ട്, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഉണ്ട്, ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ട്. അതും ഹാർഡ്വെയർ, CPU, RAM, ഔട്ട്പുട്ട് ഇൻപുട്ട് അല്ലെങ്കിൽ ഔട്ട്പുട്ട്. സോഫ്റ്റ്വെയർ വിത്ത് യൂസർ ആൻഡ് ഹാർഡ്വെയർ ഇൻ്റർഫേസ്. ആ ഒരു ചിത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ സോഫ്റ്റ്വെയറിന് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ വരുന്നതാണ് ലാംഗ്വേജ് പ്രോസസ്സർ, യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന സിസ്റ്റം സോഫ്റ്റ്വെയറും ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറും ഉണ്ട്. ഓക്കെ. അതിൻ്റെ ഒരു ഡയഗ്രാമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സിസ്റ്റം സോഫ്റ്റ്വെയർ ഇസ് എ സെറ്റ് ഓഫ് പ്രോഗ്രാംസ് വിച്ച് എയ്ഡ്സ് ഇൻ എക്സിക്യൂഷൻ ഓഫ് ജനറൽ യൂസേഴ്സ് കമ്പ്യൂട്ടേഷണൽ റിക്വയർമെൻറ്റ്സ് ഓൺ എ കമ്പ്യൂട്ടർ സിസ്റ്റം.
അപ്പോൾ ഇത് കമ്പോണൻസ് എന്തൊക്കെയാണ്? ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ലാംഗ്വേജ് പ്രോസസ്, യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ. ഓക്കെ, ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? Operating system is a set of program that acts as an interface between the user and the computer hardware. അതായത് കമ്പ്യൂട്ടർ ഹാർഡ്വെയറിൻ്റെയും യൂസറിൻ്റെയും ഇടയിൽ ഒരു ഇൻ്റർഫേസ് ആയിട്ട് വർക്ക് ചെയ്യുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. ദ പ്രൈമറി ഒബ്ജക്റ്റീവ് ഓഫ് എൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഈസ് ടു മേക്ക് ദ കമ്പ്യൂട്ടർ സിസ്റ്റം കൺവീനിയൻറ്റ് ടു യൂസ്. അതായത് ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ മെയിനായിട്ടുള്ള പർപ്പസ് എന്ന് പറയുന്നത്, പ്രൈമറി ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്താ വെച്ചാൽ ഈ കമ്പ്യൂട്ടർ സിസ്റ്റത്തിന് കൺവീനിയൻ്റ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുക എന്നുള്ളതാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് മെയിനായിട്ടുള്ള പർപ്പസ്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം പ്രൊവൈഡ്സ് ആൻ എൻവയോൺമെൻറ്റ് ഫോർ യൂസർ ടു execute programs. It also helps to use computer hardware in an efficient manner. അതായത് കമ്പ്യൂട്ടർ ഹാർഡ്വെയറിനെ എഫിഷ്യൻറ്റ് മാനറിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റം സഹായിക്കുന്നുണ്ട്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം കൺട്രോൾസ് ആൻഡ് കോർഡിനേറ്റ്സ് ഓപ്പറേഷൻ ഓഫ് എ കമ്പ്യൂട്ടർ. ഇറ്റ് ആക്ട്സ് ആസ് എൻ റിസോഴ്സ് മാനേജർ ഓഫ് ദ കമ്പ്യൂട്ടർ സിസ്റ്റം. കമ്പ്യൂട്ടർ സിസ്റ്റത്തിൻ്റെ റിസോഴ്സ് മാനേജറായിട്ട് ആക്ട് ചെയ്യുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സിസ്റ്റം സോഫ്റ്റ്വെയർ. ഇറ്റ് ഈസ് ദ ഫസ്റ്റ് പ്രോഗ്രാം ടു ബി ലോഡഡ് ഫ്രം ഹാർഡ് ഡിസ്ക് ഇൻ ദ കമ്പ്യൂട്ടർ ആൻഡ് ഇറ്റ് റിസൈഡ്സ് ഇൻ ദ മെമ്മറി ടിൽ ദ സിസ്റ്റം ഈസ് ഷട്ട് ഡൗൺ. അതായത് ഫസ്റ്റ് പ്രോഗ്രാം ലോഡ് ചെയ്യുന്ന, അതായത് ഹാർഡ് ഡിസ്കിൽ നിന്ന് ലോഡ് ചെയ്യുന്ന ഫസ്റ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ്. ഇത് ആ ഒരു കമ്പ്യൂട്ടർ സിസ്റ്റം ഷട്ട് ഡൗൺ ചെയ്യുന്നത് വരെ ആ ഒരു മെമ്മറിയിൽ ഉണ്ടാവും. ഇറ്റ് ട്രൈസ് ടു പ്രിവെൻറ്റ് എറേഴ്സ് ആൻഡ് ദ ഇംപ്രോപ്പർ യൂസ് ഓഫ് കമ്പ്യൂട്ടർ. ഓക്കെ, മേജർ ഫങ്ഷൻസ് ഓഫ് ആൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് മേജർ ഫങ്ഷൻസ് ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം? പ്രോസസ് മാനേജ്മെൻറ്റ്, മെമ്മറി മാനേജ്മെൻറ്റ്, ഫയൽ മാനേജ്മെൻറ്റ്, സെക്യൂരിറ്റി മാനേജ്മെൻറ്റ് ആൻഡ് കമാൻഡ് ഇൻ്റർപ്രിട്ടേഷൻ. ഇത്രയാണ് ഇതിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ മെയിനായിട്ടുള്ള ഫങ്ഷൻസ് എന്ന് പറയുന്നത്. എന്തൊക്കെയാണ്? പ്രോസസ് മാനേജ്മെൻറ്റ്, മെമ്മറി മാനേജ്മെൻറ്റ്, ഫയൽ മാനേജ്മെൻറ്റ്, സെക്യൂരിറ്റി മാനേജ്മെൻറ്റ് ആൻഡ് കമാൻഡ് ഇൻ്റർപ്രിട്ടേഷൻ ആണ്. Okay, process management. By the term process, we mean a program in execution. The process management module of an operating system takes care of the allocation and deallocation of process and scheduling of various system resources to the different requesting process. അതായത് ആ ഒരു പ്രോസസ്സ് കൺട്രോൾ ചെയ്യുന്ന ആ കാര്യമാണ് പറയുന്നത്. ഈ മെമ്മറി മാനേജ്മെൻറ്റ് ഈസ് ദ ഫങ്ഷണാലിറ്റി ഓഫ് ആൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം വിച്ച് ഹാൻഡിൽസ് ഓർ മാനേജസ് പ്രൈമറി മെമ്മറിനെ മാനേജ് ചെയ്യുന്ന ആ ഒരു പണി അല്ലെങ്കിൽ ആ ഒരു ഇതാണ് ചെയ്യുന്നത്. ഇറ്റ് കീപ്സ് track of each and every memory location to ensure whether it is allocated to some process ഓർ ഫ്രീ. അതായത് എന്തെങ്കിലും പ്രോസസ്സിന് വേണ്ടിയിട്ട് അത് ആ ഒരു മെമ്മറി ലൊക്കേഷൻ അലോക്കേറ്റ് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ അത് ഫ്രീ ആണോ എന്നുള്ളത് എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കും, ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കും. ഇറ്റ് കാൽക്കുലേറ്റ്സ് ഹൗ മച്ച് മെമ്മറി ഈസ് ടു ബി അലോക്കേറ്റഡ് ടു ഈച്ച് പ്രോസസ് ആൻഡ് അലോക്കേറ്റ്സ് ഇറ്റ്. അതായത് ഓരോ പ്രോസസ്സിനും എത്ര മെമ്മറി ആവശ്യമുണ്ട് എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അത് അലോക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഇറ്റ് ഡീലൊക്കേറ്റ്സ് മെമ്മറി ഇഫ് ഇറ്റ് ഈസ് നോട്ട് നീഡഡ് ഫർദർ. അതായത് പിന്നീട് അത് ആവശ്യമില്ലെങ്കിൽ ആ ഒരു മെമ്മറി ഡീഅലോക്കേറ്റ് ചെയ്യുകയും ചെയ്യും. ഫയൽ മാനേജ്മെൻറ്റ്. ദ ഫയൽ മാനേജ്മെൻറ്റ് മോഡ് ഓഫ് ആൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ടേക്സ് കെയർ ഓഫ് ഫയൽ റിലേറ്റഡ് ആക്ടിവിറ്റീസ് സച്ച് ആസ് ഓർഗനൈസിങ്, നെയിമിംഗ്, സ്റ്റോറിങ്, റിട്രീവിങ്, ഷെയറിങ്, പ്രൊട്ടക്ഷൻ ആൻഡ് റിക്കവറി. അതായത് ഫയലുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് എങ്ങനെയുള്ളത്? ഓർഗനൈസിങ്, നെയിമിംഗ്, സ്റ്റോറിങ്, റിട്രീവിങ്, ഷെയറിങ്, പ്രൊട്ടക്ഷൻ ആൻഡ് റിക്കവറി. ഇതൊക്കെയാണ് ഫയൽ മാനേജ്മെൻറ്റ് ചെയ്യുന്നത്. ഇനി ഡിവൈസ് മാനേജ്മെൻറ്റ് മൊഡ്യൂൾ ഓഫ് ആൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം പെർഫോംസ് ദ മാനേജ്മെൻറ്റ് ഓഫ് ഡിവൈസസ് അറ്റാച്ച്ഡ് ടു കമ്പ്യൂട്ടർ. അതായത് കമ്പ്യൂട്ടറായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുള്ള ഡിവൈസസിൻ്റെ മാനേജ്മെൻ്റ് ആണ് ഇതിൽ വരുന്നത്. ഇറ്റ് ഹാൻഡിൽസ് ദ ഡിവൈസസ് ബൈ കമ്പൈനിങ് ബോത്ത് ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ ടെക്നിക്സ്. The OS communicates with the hardware devices via device driver software. Examples of various operating systems: DOS, Windows, Unix, Linux and Mac OS X. ഇനി ലാംഗ്വേജ് പ്രോസസ്സ് നോക്കാം. We know natural languages are the medium of communication among human beings. അതായത് നാച്ചുറൽ ലാംഗ്വേജസ് ആണ് ഹ്യൂമൻ ബീയിങ്സ് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൽ കമ്പ്യൂട്ടറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ ആണൊരു ലാംഗ്വേജ് ആ ഒരു കമ്പ്യൂട്ടറിന് മനസ്സിലാവണം. അപ്പോൾ ഈ കമ്പ്യൂട്ടർ ലാംഗ്വേജ് രണ്ട്
ലോ ലെവൽ ലാംഗ്വേജ് എന്നും ഹൈ ലെവൽ ലാംഗ്വേജ് എന്നും തരംതിരിച്ചിട്ടുണ്ട്. ലോ ലെവൽ ലാംഗ്വേജസ് ആർ ഡിസ്ക്രൈബ്ഡ് ആസ് മെഷീൻ ഓറിയൻറ്റഡ് ലാംഗ്വേജ്. മെഷീൻ ഓറിയൻറ്റഡ് ലാംഗ്വേജ് എന്നാണ് ലോ ലെവൽ ലാംഗ്വേജിനെ അറിയപ്പെടുന്നത്. ഇൻ ദീസ് ലാംഗ്വേജസ് പ്രോഗ്രാംസ് ആർ റിട്ടൺ യൂസിങ് മെമ്മറി ആൻഡ് രജിസ്റ്റേഴ്സ് അവൈലബിൾ ഓൺ ദ കമ്പ്യൂട്ടർ. അതായത് ആ ഒരു പ്രോഗ്രാം മെമ്മറി അല്ലെങ്കിൽ രജിസ്റ്റേഴ്സ് അവൈലബിൾ ആയി അത് ഉപയോഗിച്ചുകൊണ്ടാണ് എഴുതുന്നത്. സിൻസ് ദ ആർക്കിടെക്ചർ ഓഫ് ദ കമ്പ്യൂട്ടർ ഡിഫേഴ്സ് ഫ്രം വൺ മെഷീൻ ടു അനദർ, ദർ ഇസ് സെപ്പറേറ്റ് low-level programming language for each type of computer. Machine language and assembly language are different low-level languages. Low-level language example ആണ് machine language, assembly language. Okay. Machine language. We know that computer can understand only special signals which are represented by zeros and ones. വൺസും സീറോസും മാത്രം ആണ് മെഷീൻ ലാംഗ്വേജ് അല്ലെങ്കിൽ ആ ഒരു കമ്പ്യൂട്ടറിന് മനസ്സിലാവുക. ദീസ് 2 digits are called binary digits. ഈ 2 ഡിജിറ്റിനെയാണ് ബൈനറി ഡിജിറ്റ് എന്നറിയപ്പെടുന്നത്. ദ ലാംഗ്വേജ് വിച്ച് യൂസസ് ബൈനറി ഡിജിറ്റ് ഈസ് കോൾഡ് മെഷീൻ ലാംഗ്വേജ്. റൈറ്റിംഗ് എ പ്രോഗ്രാം ഇൻ മെഷീൻ ലാംഗ്വേജ് ഈസ് ഡെഫിനറ്റ്ലി വെരി ഡിഫിക്കൽട്ട്. അതായത് ഈ ഒരു പ്രോഗ്രാം മെഷീൻ ലാംഗ്വേജിൽ അല്ലെങ്കിൽ ബൈനറി ലാംഗ്വേജിൽ എഴുതുക എന്ന് പറയുന്നത് ഭയങ്കര ഡിഫിക്കൽട്ടാണ്. ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു മെമ്മറൈസ് എ ലോങ് സ്ട്രിങ് ഓഫ് സീറോസ് ആൻഡ് വൺസ് ഫോർ എവറി ഇൻസ്ട്രക്ഷൻ. ഓരോ ഇൻസ്ട്രക്ഷനും നമുക്ക് ഈ സീറോസ് ആൻഡ് വൺസ് ആ ഒരു ലോങ് സ്ട്രിങ് ഓർത്ത് വെക്കാൻ പറ്റില്ല. അസംബ്ലി ലാംഗ്വേജ് ഇസ് ആൻ ഇൻ്റർമീഡിയറ്റ് ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. അസംബ്ലി ലാംഗ്വേജസ് യൂസസ് നിമോണിക്സ് ആണ് ഉപയോഗിക്കുന്നത് അസംബ്ലി ലാംഗ്വേജിൽ. നിമോണിക്സ് ഈസ് എ സിംബോളിക് നെയിം ഗിവൺ ടു ആൻ ഓപ്പറേഷൻ. ഒരു ഓപ്പറേഷന് കൊടുക്കുന്ന ഒരു സിംബോളിക് നെയിമാണ് നിമോണിക്സ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ADD ഫോർ അഡീഷൻ ഓപ്പറേഷൻ, SUB for subtraction operation, etc. It is easier to write computer programs in assembly languages as compared to machine language. മെഷീൻ ലാംഗ്വേജിന് കമ്പയർ ചെയ്തിട്ട് അസംബ്ലി ലാംഗ്വേജിൽ എഴുതുമ്പോൾ അത് കുറച്ചുകൂടി ഈസിയർ ആണ്. ഇറ്റ് ഈസ് മെഷീൻ ഡിപ്പെൻഡ് ആൻഡ് പ്രോഗ്രാമർ റിക്വയർസ് നോളജ് ഓഫ് കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ. ഒരു കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ പ്രോഗ്രാമറിന് അറിഞ്ഞിരിക്കണം. ഇനി ഹൈ ലെവൽ ലാംഗ്വേജ് എന്താണെന്ന് നോക്കാം. ദീസ് ആർ ലൈക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജസ് ആൻഡ് ആർ സിംപ്ലർ ടു അണ്ടർസ്റ്റാൻഡ് ദാൻ അസംബ്ലി ലാംഗ്വേജ് ഓർ മെഷീൻ ലാംഗ്വേജ്. അസംബ്ലി ലാംഗ്വേജിനെയോ അല്ലെങ്കിൽ മെഷീൻ ലാംഗ്വേജിനെയോ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈസിയറാണ്, സിംപ്ലറാണ് ഹൈ ലെവൽ ലാംഗ്വേജ്. ഇംഗ്ലീഷ് ലാംഗ്വേജ് പോലെ തന്നെയാണ്. ഹൈ ലെവൽ ലാംഗ്വേജ് ഈസ് നോട്ട് അണ്ടർസ്റ്റാൻഡബിൾ ടു ദ കമ്പ്യൂട്ടറിന് ഹൈ ലെവൽ ലാംഗ്വേജ് അണ്ടർസ്റ്റാൻഡബിൾ അല്ല. എ കമ്പ്യൂട്ടർ പ്രോഗ്രാം റിട്ടൺ ഇൻ ഹൈ ലെവൽ ലാംഗ്വേജ് ഈസ് ടു ബി കൺവേർട്ടഡ് ടു ഇറ്റ്സ് ഇക്വലന്റ് മെഷീൻ ലാംഗ്വേജ് പ്രോഗ്രാം. അതായത് ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാം ഹൈ ലെവൽ ലാംഗ്വേജിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് ആ ഒരു ഇക്വലൻ്റ് ആയിട്ടുള്ള മെഷീൻ ലാംഗ്വേജ് പ്രോഗ്രാമിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ഈ ഒരു ലാംഗ്വേജ് ട്രാൻസ്ലേറ്റർ അല്ലെങ്കിൽ കമ്പൈലർ അല്ലെങ്കിൽ ഇൻ്റർപ്രറ്റർ ആവശ്യമാണ്. ഓക്കെ, എക്സാമ്പിൾസ് ഓഫ് ഹൈ ലെവൽ ലാംഗ്വേജ് എന്ന് പറയുന്നത് ബേസിക്, C++, ജാവ. ഓക്കെ, നീഡ് ഫോർ ലാംഗ്വേജ് പ്രോസസ്സർ. The program consisting of instructions to the computer written in assembly language or high level language are not understood by computer. അതായത് ഹൈ ലെവൽ ലാംഗ്വേജിൽ എഴുതിയിട്ടുള്ളതോ അല്ലെങ്കിൽ ഒരു അസംബ്ലി ലാംഗ്വേജിൽ എഴുതിയിട്ടുള്ളതോ ആയിട്ടുള്ള ഒരു പ്രോഗ്രാം കമ്പ്യൂട്ടറിന് മനസ്സിലാവില്ല. അതുകൊണ്ട് തന്നെ ഒരു ലാംഗ്വേജ് പ്രോസസ്സർ അവിടെ വേണം. അതായത് ലോ ലെവൽ ലാംഗ്വേജിലേക്ക് ഇതിനെ കൺവേർട്ട് ചെയ്യണം, മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് ലാംഗ്വേജ് പ്രോസസ്സർ ഉപയോഗിക്കുന്നത്. ഓക്കെ, types of language processor. Assembler. Assembly language requires translator known as assembler for translating the program code written in assembly language to machine language. Assembly language നിന്ന് മെഷീൻ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യുന്ന ലാംഗ്വേജ് പ്രോസസ്സറാണ് അസംബ്ലർ. ബിക്കോസ് കമ്പ്യൂട്ടർ ക്യാൻ ഇൻ്റർപ്രറ്റ് ഓൺലി മെഷീൻ കോഡ് ഫോർ ഇൻസ്ട്രക്ഷൻ, ദ പ്രോഗ്രാം ക്യാൻ ബി എക്സിക്യൂട്ടഡ് ഓൺലി ആഫ്റ്റർ ട്രാൻസ്ലേറ്റിംഗ്. അസംബ്ലർ ഈസ് ഹൈലി മെഷീൻ ഡിപ്പെൻഡൻറ്റ്. ഓക്കെ, Interpreter is another kind of language processor that converts a high-level program into machine language line by line. Line by line ആയിട്ട് ഹൈ ലെവൽ പ്രോഗ്രാമിനെ മെഷീൻ ലാംഗ്വേജിലേക്ക് മാറ്റുന്നതാണ് ഇൻ്റർപ്രറ്റർ എന്ന് പറയുന്നത്. ഇഫ് ദർ ഈസ് ആൻ എറർ ഇൻ വൺ ലൈൻ, ഒരു എറർ ഒരു ലൈനിലുണ്ടെങ്കിൽ ഇറ്റ് റിപ്പോർട്ട്സ് ദ എക്സിക്യൂഷൻ ഓഫ് ദ പ്രോഗ്രാം ഈസ് ടെർമിനേറ്റഡ്. ഓക്കെ, അതായത് അത് റിപ്പോർട്ട് ചെയ്യുകയും ആ ഒരു പ്രോഗ്രാം എക്സിക്യൂഷൻ ടെർമിനേറ്റ് ആവുകയും ചെയ്യും. ഇറ്റ് വിൽ കണ്ടിന്യൂ ദ ട്രാൻസ്ലേഷൻ ഓൺലി ആഫ്റ്റർ കറക്റ്റിംഗ് ദ എറർ. ഓക്കെ, അപ്പോൾ ഇത് ഒരു വരിയിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അപ്പോൾ അവിടെ എക്സിക്യൂഷൻ നിർത്തുകയും ആ ഒരു എറർ മാറ്റിയതിന് ശേഷം മാത്രമേ എക്സിക്യൂഷൻ തുടങ്ങുകയുള്ളൂ, കണ്ടിന്യൂ ചെയ്യുള്ളൂ. ഓക്കെ,
ബേസിക് ഈസ് ആൻ ഇൻ്റർപ്രറ്റഡ് ലാംഗ്വേജ്. ബേസിക് എന്ന് പറയുന്ന ഒരു ഇൻ്റർപ്രറ്റഡ് ലാംഗ്വേജ് ആണ്. ഇനി കമ്പൈലർ ഈസ് ഓൾസോ എ ലാംഗ്വേജ് പ്രോസസർ ട്രാൻസ്ലേറ്റ് പ്രോഗ്രാം റിട്ടൺ ഇൻ ഹൈ ലെവൽ ലാംഗ്വേജ് ഇൻ ടു മെഷീൻ ലാംഗ്വേജ്. ഹൈ ലെവലിൽ നിന്ന് മെഷീൻ ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന ഒരു ലാംഗ്വേജ് പ്രോസസ്സറാണ് കമ്പൈലർ. ഇറ്റ് സ്കാൻസ് എൻ്റയർ പ്രോഗ്രാം ഇൻ എ സിംഗിൾ റൺ. ഒരു സിംഗിൾ റണ്ണിൽ എൻ്റയർ പ്രോഗ്രാം എന്ത് ചെയ്യും, സ്കാൻ ചെയ്യും. ഇഫ് ദർ ഈസ് എനി എറർ ഇൻ പ്രോഗ്രാം ദ കമ്പൈലർ പ്രൊവൈഡ്സ് എ ലിസ്റ്റ് ഓഫ് എറർ മെസ്സേജ് അലോങ് വിത്ത് ദ ലൈൻ നമ്പർ അറ്റ് ദ എൻഡ് ഓഫ് കമ്പൈലേഷൻ. അതായത് ഒറ്റ ഒരു ഇതിൽ തന്നെ മൊത്തം ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യും. എന്നിട്ട് അവിടെ എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ അവിടെ ഒരു ലിസ്റ്റ് ഓഫ് എറർ മെസ്സേജസ് കൊടുക്കുന്നുണ്ടാവും. ഓരോ ലൈൻ നമ്പർ കൊടുത്തിട്ട് ആണ് വരിക. ഇഫ് there are no syntax error, the compiler will generate an object file. അവിടെ എറർ ഇല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ് ഫയൽ ക്രിയേറ്റ് ചെയ്യും. ട്രാൻസ്ലേഷൻ യൂസിങ് കമ്പൈലർ ഇസ് കോൾഡ് കമ്പൈലേഷൻ. അതായത് ഈ കമ്പൈലർ ഉപയോഗിച്ചിട്ട് വരുന്ന ട്രാൻസ്ലേഷനാണ് കമ്പൈലേഷൻ എന്ന് പറയുന്നത്. ആഫ്റ്റർ ട്രാൻസ്ലേഷൻ കമ്പൈലേഴ്സ് ആർ നോട്ട് റിക്വയർഡ് ഇൻ മെമ്മറി ടു റൺ പ്രോഗ്രാം. ദ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ദാറ്റ് ഹാവ് എ കമ്പൈലർ ആർ കോൾഡ് C++, പാസ്കൽ എക്സെട്ര. ഓക്കെ, ഇവിടെ അസംബ്ലി ലാംഗ്വേജ് അസംബ്ലർ ഉപയോഗിച്ചിട്ട് മെഷീൻ ലാംഗ്വേജിൽ കൺവേർട്ട് ചെയ്തിട്ട് കമ്പ്യൂട്ടറിലേക്ക് പോകും. ഇനി ഹൈ ലെവൽ ലാംഗ്വേജിൽ നിന്ന് കമ്പൈലറോ ഇൻ്റർപ്രറ്ററോ വഴി മെഷീൻ ലാംഗ്വേജ് ആക്കിയിട്ട് കമ്പ്യൂട്ടറിലേക്ക് പോകും. ഇനി യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇതിൽ ഡിസ്ക് ഫ്രാഗ്മെൻറ്റർ എപ്പോഴും ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കിയിട്ടില്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഇതൊന്നും വന്നിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റില്ല. ഓക്കെ, മനസ്സിലാവില്ല, എഴുതാൻ പറ്റില്ല. യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ ഇസ് എ സെറ്റ് ഓഫ് പ്രോഗ്രാം വിച്ച് ഹെൽപ്പ് യൂസേഴ്സ് ഇൻ സിസ്റ്റം മെയിൻ്റനൻസ് ടാസ്ക്സ്. അതായത് സിസ്റ്റം മെയിൻ്റനൻസ് ടാസ്കിൽ ഹെൽപ്പ് ചെയ്യുന്നതാണ് യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. പെർഫോമിംഗ് ടാസ്ക് ഫോർ റൂട്ടീൻ നേച്ചറിന് വേണ്ടിയിട്ടുള്ള ടാസ്ക് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നത്. സം ഓഫ് ദ യൂട്ടിലിറ്റി പ്രോഗ്രാംസ് ആൻഡ് ദെയർ ഫങ്ഷൻസ് ലിസ്റ്റഡ് ബിലോ. ഓക്കെ, compression tools. Large files can be compressed so that they can take less storage area. Compression tool എന്ന് പറഞ്ഞാൽ ലാർജ് ഫയൽസ് കംപ്രസ് ചെയ്തിട്ട് ലെസ് സ്റ്റോറേജ് സ്പേസ് ഏരിയ എടുക്കാൻ വേണ്ടിയിട്ടാണ് കംപ്രഷൻ ടൂൾസ് ഉപയോഗിക്കുന്നത്. ദീസ് കംപ്രസ്ഡ് ഫയൽസ് ക്യാൻ ബി ഡീകംപ്രസ്ഡ് ഇൻറ്റു ഒറിജിനൽ ഫോം വെൻ വി നീഡഡ്. അതായത് നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഇത് ഡീകംപ്രസ് ചെയ്തിട്ട് ഒറിജിനൽ ഫയലിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. കംപ്രഷൻ ഓഫ് ഫയൽസ് ഈസ് നോൺ ആസ് സിപ്പിംഗ് ആൻഡ് ഡീകംപ്രഷൻ ഈസ് കോൾഡ് അൺസിപ്പിംഗ്. അതായത് കംപ്രഷൻ ഓഫ് ഫയൽസിനെയാണ് അറിയപ്പെടുന്നത് സിപ്പിംഗ് എന്നും ഡീകംപ്രഷൻ അറിയപ്പെടുന്നത് അൺസിപ്പിംഗ് എന്നാണ്. വിൻസിപ്പ്, WinRAR ആർ എക്സാമ്പിൾസ് ഓഫ് കംപ്രഷൻ ടൂൾസ്. ഡിസ്ക് ഡീഫ്രാഗ്മെൻറ്റർ ഈസ് എ പ്രോഗ്രാം ദാറ്റ് റീഅറേഞ്ചസ് ഫയൽസ് ഓൺ എ കമ്പ്യൂട്ടർ ഹാർഡ് ഡിസ്ക്. കമ്പ്യൂട്ടർ ഹാർഡ് ഡിസ്കിൽ ഫയൽസിനെ റീഅറേഞ്ച് ചെയ്യുന്ന ആ ഒരു പ്രോഗ്രാമാണ് ഡിസ്ക് ഡീഫ്രാഗ്മെൻറ്റർ. ദ ഫയൽസ് ആർ അറേഞ്ച്ഡ് ഇൻ സച്ച് എ വേ ദാറ്റ് ദേ ആർ നോ ലോങ്ങർ ഫ്രാഗ്മെൻറ്റഡ്. അതായത് ഫ്രാഗ്മെൻറ്റ് ചെയ്യാത്ത രീതിയിലാണ് ഇതിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ദിസ് എനേബിൾസ് ദ കമ്പ്യൂട്ടർ ടു വർക്ക് ഫാസ്റ്റർ ദാൻ മോർ എഫിഷ്യൻ്റ്ലി. അതായത് ഫാസ്റ്ററായിട്ടും എഫിഷ്യൻ്റായിട്ടും റൺ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് എനേബിൾ ചെയ്യും. ബാക്കപ്പ് സോഫ്റ്റ്വെയർ. ബാക്കപ്പ് മീൻസ് ഡ്യൂപ്ലിക്കേറ്റിംഗ് ദ ഡിസ്ക് ഇൻഫർമേഷൻ സോ ദാറ്റ് ഇൻ ആൻ event of disk failure or even in an event of accidental deletion, this backup may be used. Backup utility programs facilitates backing up of disk. ബാക്കപ്പ് സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ ആ ഒരു ഡിസ്കിലെ ഇൻഫർമേഷൻ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഡിസ്ക് ഫെയിലറോ അല്ലെങ്കിൽ എന്തെങ്കിലും ആക്സിഡൻ്റ് ആയിട്ട് ഡിലീഷനോ അങ്ങനെ എന്തെങ്കിലും വച്ചിട്ടുണ്ടെങ്കിൽ ഈ ബാക്കപ്പ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ബാക്കപ്പ് യൂട്ടിലിറ്റി പ്രോഗ്രാംസ് ഫെസിലിറ്റേറ്റ് ബാക്കിംഗ് അപ്പ് ഡിസ്ക്. ഓക്കെ, ഈ ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയർ. A computer virus is a program that causes abnormality in the functioning of a computer. കമ്പ്യൂട്ടറിൻ്റെ അബ്നോർമാലിറ്റി ഫങ്ഷനിങ് കോസ് ചെയ്യുന്നതാണ് എന്ത് വൈറസ് എന്ന് പറയുന്നത്. ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയർ ഈസ് എ യൂട്ടിലിറ്റി പ്രോഗ്രാം ദാറ്റ് സ്കാൻസ് ദ കമ്പ്യൂട്ടർ സിസ്റ്റം ഫോർ വൈറസസ് ആൻഡ് റിമൂവ്സ് ദം. അതായത് വൈറസിന് വേണ്ടിയിട്ട് അവിടെ സ്കാൻ ചെയ്തിട്ട് അതിനെ റിമൂവ് ചെയ്യുന്നതാണ് ആൻറ്റിവൈറസ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. As new viruses are released frequently, we have to make sure that latest antivirus version are installed on the computers. Okay, കമ്പ്യൂട്ടറിൽ നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ടുള്ള ആൻറ്റിവൈറസ് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. ഓക്കെ, മോസ്റ്റ് ഓഫ് ദ ആൻറ്റിവൈറസ് പ്രോഗ്രാം പ്രൊവൈഡ് ആൻ ഓട്ടോ അപ്ഡേറ്റ് ഫീച്ചർ വിച്ച് എനേബിൾസ് ദ യൂസർ ടു ഡൗൺലോഡ് പ്രൊഫൈൽസ് ഓഫ് ന്യൂ വൈറസസ്
so as to identify and inactive them. Norton antivirus, Kaspersky are examples of antivirus program. ഇനി ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്താന്ന് നോക്കാം. സോഫ്റ്റ്വെയർ ഡെവലപ്ഡ് ഫോർ സ്പെസിഫിക് ആപ്ലിക്കേഷൻ ഈസ് കോൾഡ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ. അതായത് എന്തെങ്കിലും ഒരു സ്പെസിഫിക് ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ളതാണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഇറ്റ് ഇൻക്ലൂഡ്സ് ജനറൽ പർപ്പസ് സോഫ്റ്റ്വെയർസ് പാക്കേജസ് ആൻഡ് സ്പെഷ്യൽ പർപ്പസ് software. GIMP, payroll system, airline reservation system, Tally, etc. are examples of application software. Okay. General purpose software packages. General purpose software are used to perform operations in a particular application area. Such software is developed keeping in mind the various requirements of its user. They provide vast number of features for its users. General purpose software is classified as word processor, spreadsheet software, presentation software, database software and multimedia software. ഇപ്പോൾ ജനറൽ പർപ്പസ് സോഫ്റ്റ്വെയറിൻ്റെ ഡിവിഷൻസ് ആണ് വേർഡ് പ്രോസസ്, സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയർ, പ്രസൻറ്റേഷൻ സോഫ്റ്റ്വെയർ, ഡാറ്റാബേസ് സോഫ്റ്റ്വെയർ ആൻഡ് മൾട്ടിമീഡിയ സോഫ്റ്റ്വെയർ. ഓക്കെ, ഓരോന്ന് എന്താണെന്നുള്ളത് നോക്കാം. വേർഡ് പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് അത് ഡിസൈൻഡ് ഫോർ ക്രിയേറ്റിംഗ് ആൻഡ് മോഡിഫൈയിങ് ഡോക്യുമെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യാനും മോഡിഫൈ ചെയ്യാനും വേണ്ടിയിട്ടാണ് വേർഡ് പ്രോസസ്സിംഗ് സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നത്. ഇറ്റ് ഹെൽപ്സ് ടു ക്രിയേറ്റ്, എഡിറ്റ്, ഫോർമാറ്റ് ആൻഡ് പ്രിന്റ് ടെക്സ്റ്റൽ മാറ്റേഴ്സ് ഈസിലി. Formatting features include different font settings, paragraph settings, bullets and numbering, alignment and more. In addition to this, it can check spelling and grammar in the document. Insertion of picture, charts and tables. We can specify headers and footers for every page in document. The most popular examples of this type of software: MS Word, OpenOffice Writer, etc. Spreadsheet software. അത് കാൽക്കുലേഷൻസ് സ്പ്രെഡ്ഷീറ്റ് ഉപയോഗിച്ചിട്ട് കാൽക്കുലേഷൻസ് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്പ്രെഡ്ഷീറ്റ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ പേപ്പർ വർക്ക്ഷീറ്റിനെ സിമുലേറ്റ് ചെയ്യുന്ന രീതിയിലാണ് വരുന്നത്. ഡിസ്പ്ലേയിങ് മൾട്ടിപ്പിൾ സെൽസ്, മേക്കപ്പ് എ ഗ്രിഡ്. ഇറ്റ് ഈസ് ഓൾസോ used to insert drawing objects in worksheet to create different types of charts നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ ചെയ്യാൻ പറ്റും. മൈക്രോസോഫ്റ്റ് എക്സൽ, ഓപ്പൺ ഓഫീസ് കാൽക്ക്, ലോട്ടസ് 123, ആപ്പിൾ നമ്പേഴ്സ്, ഇതൊക്കെയാണ് സ്പ്രെഡ്ഷീറ്റ് സോഫ്റ്റ്വെയറിന് എക്സാമ്പിൾ. പ്രസൻറ്റേഷൻ സോഫ്റ്റ്വെയർ, അപ്പോൾ ഇത് ഒരു സ്ലൈഡ് ഷോ പ്രസൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. പ്രസൻറ്റേഷൻ സോഫ്റ്റ്വെയർ അലോസ് പ്രിപ്പയറിംഗ് സ്ലൈഡ്സ് കണ്ടെയ്നിങ് പിക്ചേഴ്സ്, ടെക്സ്റ്റ്, ആനിമേഷൻ, വീഡിയോ ആൻഡ് സൗണ്ട് എഫക്ട്സ്. അതായത് പ്രസൻറ്റേഷൻ സോഫ്റ്റ്വെയർ സ്ലൈഡ് എന്തൊക്കെയാണ് അതിൽ വരിക, ടെക്സ്റ്റ്, സൗണ്ട്, ആനിമേഷൻ, വീഡിയോ, എഫക്ട്സ്, ഇതൊക്കെ ആഡ് ചെയ്തിട്ടുള്ള സ്ലൈഡ്സ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രസൻറ്റേഷൻ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നത്. മൈക്രോസോഫ്റ്റ് പവർ പോയിന്റ് ആൻഡ് ഓപ്പൺ ഓഫീസ് ഇംപ്രസ്, ഇത് രണ്ടുമാണ് പ്രസൻറ്റേഷൻ സോഫ്റ്റ്വെയറിന് എക്സാമ്പിൾ. ഇനി ഡാറ്റാബേസ് സോഫ്റ്റ്വെയർ. ഡാറ്റാബേസ് ഈസ് ആൻ ഓർഗനൈസ്ഡ് കളക്ഷൻ ഓഫ് ഡാറ്റ അറേഞ്ച്ഡ് ഇൻ എ ടാബുലാർ ഫോം. അതായത് ഡാറ്റാബേസ് എന്ന് പറഞ്ഞാൽ ഓർഗനൈസ്ഡ് കളക്ഷൻ ഓഫ് ഡാറ്റ അറേഞ്ച്ഡ് ഇൻ എ ടാബുലാർ ഫോം ആണ്. ഡാറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റം DBMS consists of a collection of interrelated data and set of programs to access those data. The primary goal of a DBMS is to provide an environment that is both convenient and efficient to use in retrieving and storing database information. Database information retrieve ചെയ്യാനും കൺവീനിയൻ്റ് ആയിട്ടും എഫിഷ്യൻ്റ് ആയിട്ടും റിട്രീവ് ചെയ്യാനും യൂസ് ചെയ്യാനും വേണ്ടിയിട്ടുള്ള പ്രോഗ്രാമാണ് DBMS എന്ന് പറയുന്നത്. ഓക്കെ, they provide privacy and security to data and enforce standards for data. അപ്പോൾ ഈ DBMS സോഫ്റ്റ്വെയറിൽ പ്രൈവസി, ആ ഒരു ഡാറ്റയ്ക്ക് സ്റ്റാൻഡേർഡ്സ് ഓഫ് ഡാറ്റ, അതായത് ആ ഒരു ഡാറ്റയ്ക്ക് പ്രൈവസി സെക്യൂരിറ്റി ഉണ്ടാവും. അപ്പോൾ ഈ DBMS സോഫ്റ്റ്വെയറിന് എക്സാമ്പിളാണ് മൈക്രോസോഫ്റ്റ് ആക്സസ്, ഒറാക്കിൾ, പോസ്റ്റ്ഗ്രിസ് SQL, MySQL, എക്സെട്ര. ഓക്കെ, മൾട്ടിമീഡിയ സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രേഷൻ ഓഫ് മൾട്ടിപ്പിൾ ഫോംസ് ഓഫ് മീഡിയ, അതായത് ടെക്സ്റ്റ്, ഗ്രാഫിക്സ്, ഓഡിയോ, വീഡിയോ, ഇതൊക്കെയാണ് മൾട്ടിമീഡിയ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ മൾട്ടിമീഡിയ സോഫ്റ്റ്വെയർ ക്യാൻ പ്രോസസ് ഇൻഫർമേഷൻ ഇൻ എ നമ്പർ ഓഫ് മീഡിയ ഫോർമാറ്റ്സ്, അതായത് ഒന്നിലധികം മീഡിയ ഫോർമാറ്റ്സിൽ പ്രോസസ്സ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇറ്റ് ഈസ് കേപ്പബിൾ ഓഫ് പ്ലേയിങ് മീഡിയ ഫയൽസ് പ്ലേ ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ some multimedia software allows users to create, edit audio and video files. അതായത് ക്രിയേറ്റ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനും ഓഡിയോ ഫയൽസ്, വീഡിയോ ഫയൽസ് ഒക്കെ എഡിറ്റ് ചെയ്യാനും ക്രിയേറ്റ് ചെയ്യാനൊക്കെ മൾട്ടിമീഡിയ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നതാണ്. ഓഡിയോ കൺവേർട്ടേഴ്സ്, ഓഡിയോ പ്ലെയേഴ്സ് ആൻഡ് വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർസ് ആർ എക്സാമ്പിൾസ് ഓഫ് മൾട്ടിമീഡിയ സോഫ്റ്റ്വെയർ.
എക്സാമ്പിൾ VLC പ്ലെയർ, അഡോബ് ഫ്ലാഷ്, റിയൽ പ്ലെയർ, മീഡിയ പ്ലെയർ എക്സെട്രയാണ്. ഇനി സ്പെസിഫിക് പർപ്പസ് സോഫ്റ്റ്വെയർ. Specific purpose software is highly specialized software designed to handle particular tasks. These are tailor-made software to satisfy the needs of an organization or institution. ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഓർഗനൈസേഷൻ്റെ നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടൈലർ മെയ്ഡ് സോഫ്റ്റ്വെയർ ആണ് സ്പെസിഫിക് പർപ്പസ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് കസ്റ്റമൈസ്ഡ് സോഫ്റ്റ്വെയർ എന്ന് അറിയപ്പെടുന്നു. സിൻസ് കസ്റ്റമൈസ്ഡ് സോഫ്റ്റ്വെയർ is developed for a single customer, it can accommodate the customer's particular preferences and expectations. അതായത് ഇത് ഒരാൾക്ക് വേണ്ടിയിട്ട് മാത്രമായിട്ട് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു കസ്റ്റമറിൻ്റെ പെർട്ടിക്കുലർ പ്രിഫറൻസും എക്സ്പെക്റ്റേഷനും മീറ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കും സോഫ്റ്റ്വെയർ ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇത് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറും അതിൻ്റെ പർപ്പസും ഓക്കെ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പേറോൾ സിസ്റ്റം. Payroll system maintains the details of employees of an organization and keeps track of their salary details. Payroll system എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് എംപ്ലോയീസിൻ്റെ ഒരു ഓർഗനൈസേഷനിലെ എംപ്ലോയീസിൻ്റെ ഡീറ്റെയിൽസ് മെയിൻറ്റെയിൻ ചെയ്യുക, അവരുടെ സാലറി ഡീറ്റെയിൽസ് ട്രാക്ക് ചെയ്യുക. അതിന് വേണ്ടിയിട്ടാണ് പേറോൾ സിസ്റ്റം ഉപയോഗിക്കുന്നത്. ഇനി ഇൻവെൻട്രി മാനേജ്മെൻറ്റ് സിസ്റ്റം. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ട്രാക്കിംഗ് ഇൻവെൻട്രി ലെവൽസ്, ഓർഡേഴ്സ്, സെയിൽസ് ആൻഡ് ഡെലിവറീസ് ഇൻ എ ബിസിനസ് ഫേം. ഒരു ബിസിനസ് ഫേമിൽ ഡെലിവറീസ്, സെയിൽസ്, ഇൻവെൻട്രി ലെവൽസ്, ഓർഡേഴ്സ് ഇതൊക്കെ ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇൻവെൻട്രി മാനേജ്മെൻറ്റ് സിസ്റ്റം ഉപയോഗിക്കുന്നത്. ഇനി ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് സിസ്റ്റം. ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ മാനേജിങ് ഹ്യൂമൻ റിസോഴ്സ് ഇൻ ആൻ ഓർഗനൈസേഷൻ. അതായത് ഹ്യൂമൻ റിസോഴ്സ് ഒരു ഓർഗനൈസേഷനിൽ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് സിസ്റ്റം ഉപയോഗിക്കുന്നത്. ഓക്കെ, അടുത്താണ് ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ. ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് സോഫ്റ്റ്വെയർ ഗിവ്സ് ദ യൂസർ ദ ഫ്രീഡം ടു യൂസ്, കോപ്പി, ഡിസ്ട്രിബ്യൂട്ട്, എക്സാമിൻ, ചേഞ്ച് ആൻഡ് ഇംപ്രൂവ് ദ സോഫ്റ്റ്വെയർ. അതായത് ഫ്രീ ആൻഡ് ഓപ്പൺ സോഫ്റ്റ്വെയർ എന്തൊക്കെയാണ് യൂസർക്ക് കൊടുക്കുന്ന ഫ്രീഡം എന്ന് പറയുന്നത്? യൂസ്, കോപ്പി, ഡിസ്ട്രിബ്യൂട്ട്, എക്സാമിൻ, ചേഞ്ച് ആൻഡ് ഇംപ്രൂവ് സോഫ്റ്റ്വെയർ. Nowadays, free and open source software is widely used throughout the world because of adaptable functionality, less overall cost, vendor independency, adherence to open standards, interoperability and security. Okay, the Free Software Foundation defines 4 freedoms for free and open source software. Freedom 0, the freedom to run program for any purpose. Freedom 1, freedom to study how the program works and adapt it to your needs. Access to source code should be provided. Freedom to distribute copies of the software. Freedom 3, the freedom to improve the program and release your improvement to the public so that the whole community benefits. The following are some examples of free and open source software. GNU Linux. GNU Linux is a computer operating system assembled under the model of free and open source software development and distribution. It was organized in the GNU project introduced in 1983 by Richard Stallman in FSF. GIMP. It stands for GNU Image Manipulation Program. It is an image editing software. It can be used for retouching photographs, creating and editing images. It supports graphic files of different formats and allows converting from one format to another. Mozilla Firefox. It is one of the most popular web browser created by Mozilla Corporation. It provides added security features for safe browsing. OpenOffice.org. It is a complete office suite. Contains word processor, writer to prepare and format documents, spreadsheet, calc and presentations, Impress. It works on both Linux and Windows platform. Free and shareware. Freeware refers to copyrighted computer software which is made available for user for use free of charge for an unlimited period. ഫ്രീവെയർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കോപ്പിറൈറ്റഡ് കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ ആണ്. ഇത്
ഫ്രീ ഓഫ് ചാർജിൽ അൺലിമിറ്റഡ് പീരിയഡിലേക്ക് അവൈലബിൾ ആക്കുന്നതാണ് ഫ്രീ വെയർ എന്ന് പറയുന്നത്. ദ ടൈം ഷെയർവെയർ റെഫേഴ്സ് ടു കൊമേഴ്ഷ്യൽ സോഫ്റ്റ്വെയർ ദാറ്റ് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് ഓൺ എ ട്രയൽ ബേസിസ്. ഒരു ട്രയൽ ബേസിസിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളതാണ് ഷെയർവെയർ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ഡിസ്ട്രിബ്യൂട്ടഡ് വിതൗട്ട് പേയ്മെൻറ്റ് വിത്ത് ലിമിറ്റഡ് ഫങ്ഷണാലിറ്റി. അതായത് വിത്തൗട്ട് പേയ്മെൻ്റ് ആണ്, ലിമിറ്റഡ് ഫങ്ഷണാലിറ്റി മാത്രമേ ഉണ്ടാവുള്ളൂ. ഷെയർവെയർ ഈസ് കോമൺലി ഓഫേർഡ് ഇൻ എ ഡൗൺലോഡബിൾ ഫോർമാറ്റ് ഓൺ ദ ഇൻ്റർനെറ്റ്. ഇൻ്റർനെറ്റിലെ ഒരു ഡൗൺലോഡബിൾ ഫോർമാറ്റിലാണ് വരുന്നത്. ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദിസ് കൈൻഡ് ഓഫ് സോഫ്റ്റ്വെയർ എയിംസ് അറ്റ് ഗിവിങ് യൂസേഴ്സ് എ ചാൻസ് ടു അനലൈസ് ദ സോഫ്റ്റ്വെയർ ബിഫോർ പർച്ചേസിങ് ഇറ്റ്. അതായത് നമ്മൾ ആ സോഫ്റ്റ്വെയർ വാങ്ങുന്നതിന് മുന്നേ നമുക്ക് ആ ഒരു സോഫ്റ്റ്വെയറിനെ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ചാൻസാണ് ഇതിൽ തരുന്നത്. സം ഷെയർവെയർ വർക്ക്സ് ഫോർ എ ലിമിറ്റഡ് പീരിയഡ് ഓഫ് ടൈം ഓൺലി. അതായത് ഷെയർവെയർ ഒരു ലിമിറ്റഡ് ടൈമിലേക്ക് മാത്രമാണ് കാണപ്പെടുന്നത്. ഇനി ഫ്രീ വെയറും ഷെയർവെയറും തമ്മിലുള്ള വ്യത്യാസമാണ് നോക്കുന്നത്. ഫ്രീ വെയർ റെഫേഴ്സ് ടു സോഫ്റ്റ്വെയർ that anyone can download from the internet and use for free. All features are free. Freeware programs can distribute free of cost. ഇവിടെ ഷെയർവെയർ എന്ന് പറഞ്ഞാൽ ഷെയർവെയർ ഗിവ്സ് യൂസേഴ്സ് എ ചാൻസ് ടു ട്രൈ സോഫ്റ്റ്വെയർ ബിഫോർ ബൈയിങ് ഇറ്റ്. All features are not available. To use all features of the software, user has to purchase it. Shareware may or may not be distributed freely. In many cases, author's permission is needed to distribute the shareware. Okay. അപ്പോൾ ഇത്രയാണ് ഫ്രീ സോഫ്റ്റ്വെയർ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുള്ളത്. അപ്പോൾ ഇനി പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയർ എന്താണെന്ന് നോക്കാം. ഇത് ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമാണ്. exclusively proprietary or of its developer or publisher and cannot be copied or distributed without licensing agreements. അതായത് നമുക്ക് ലൈസൻസിങ് അഗ്രിമെൻറ്റ്സ് ഇല്ലാതെ കോപ്പി ചെയ്യാനോ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനോ പറ്റില്ല. It is sold without any access to source code and is therefore not possible to change or improve by the user. അതായത് ഇത് സെയിൽ ചെയ്യുന്നത് ആ ഒരു സോഴ്സ് കോഡിലേക്ക് ആക്സസ് ഇല്ലാതെയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു യൂസർക്ക് അതിനെ ചേഞ്ച് ചെയ്യാനോ ഇംപ്രൂവ് ചെയ്യാനോ പറ്റില്ല. അപ്പോൾ ഇതിൻ്റെ പ്രൊപ്രൈറ്ററി സോഫ്റ്റ്വെയറിൻ്റെ എക്സാമ്പിളാണ് മൈക്രോസോഫ്റ്റ് വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, MS ഓഫീസ്, മാക് OS എക്സെട്ര. ഇനി ഹ്യൂമൻ വെയറും ലൈവ് വെയർ. ഹ്യൂമൻ വെയർ ഓർ ലൈവ് വെയർ റെഫേഴ്സ് humans who use computer. It was used in computer industry as early as 1966 to refer computer users, often in humorous contexts by analogy with the software and hardware. It refers to programmers, system analysts, operating staff and other personnel working in a computer system. Okay. അപ്പോൾ ഹ്യൂമൻ വെയർ സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റേഴ്സ്, job description, upkeep, configuration and reliable operation of computer systems, especially multi-user computers serves as servers. System managers ensure optimal level of customer service and maintain expertise in all business unit systems and develop professional relationship with all vendors and contractors. System analyst design new IT solutions to improve business efficiency and productivity. Database administrators create, monitor, analyze and implement database solution. Computer engineers design either the hardware or software of a computer system. Computer programmers write the code that computers read in order to operate properly. Computer operators oversee the running of computer systems, ensuring that the machineries are running physically secured and free of any bugs. ഇനി നമുക്ക് നോക്കാനുള്ളത് ഇൻ്റർനെറ്റും പിന്നെ അതുപോലെ തന്നെ നെറ്റ്വർക്ക് എന്നുള്ള ആ ഒരു ടോപ്പിക്കാണ്. അതിപ്പോൾ തീരില്ല നമ്മൾ എടുത്തു കഴിഞ്ഞാൽ. ഇനിയും 1 മണിക്കൂർ ക്ലാസ് കൂടി ഉണ്ടാവും. ഓക്കെ. അപ്പോൾ അത് മാക്സിമം നിങ്ങൾക്ക് തരാൻ പറ്റുന്നിടത്തോളം വേഗത്തിൽ തരാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. മാക്സിമം എല്ലാവരിലേക്കും ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.